അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വോയിസ് ക്ലിയർ അല്ലേ? കേൾക്കണില്ലേ? ഓക്കെയാണ്. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ഇൻഷാ അല്ലാഹ് നമ്മൾ പെട്ടെന്ന് തന്നെ ആരംഭിക്കും. നമ്മൾ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹദീസ് ആൻഡ് റിലേറ്റഡ് സയൻസിന്റെ ഈ വർഷം ജൂലൈ 28-ന് നാഷണൽ ഹദീസ് കോൺഫറൻസ് നടത്തപ്പെടുന്നുണ്ട്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുമായി കൊളാബറേറ്റ് ചെയ്തിട്ടാണ് നടത്തപ്പെടുന്നത്. അപ്പൊ അതിന്റെ മുന്നോടിയായി എന്ന നിലക്കാണ് നമ്മൾ ഇന്നത്തെ സെഷൻ സംഘടിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയതുപോലെ നമ്മുടെ കൂടെ ഇന്ന് ഈ സെഷൻ കൈകാര്യം ചെയ്യുന്നത് ഫൈസൽ ഉസ്താദാണ്. ഉസ്താദ് ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയിലാണ് പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് അമേരിക്കയിലുള്ള നമ്മുടെ ഹയർ സ്റ്റഡീസിലുള്ള സാധ്യതകളെ പറ്റിയും മറ്റുമാണ് നമ്മൾ ഇന്നത്തെ സെഷൻ ഉണ്ടാവുക. അപ്പോൾ ഉസ്താദിന്റെ അറിവിലേക്ക് പറയുകയാണ്, നമ്മൾ ഇന്ന് ഇവിടെ ഡിഗ്രിയിലെ 8, 9, 10 ക്ലാസ്സിലെ ഡിഗ്രി വിദ്യാർത്ഥികളാണ് ഈ വീഡിയോ കോൺഫറൻസിൽ പങ്കെടുക്കുന്നത്. അപ്പൊ അവരെല്ലാവരും ഹദീസ് ഡിപ്പാർട്ട്മെന്റിൽ പഠനം നടത്തിക്കൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളായതുകൊണ്ടും ഉസ്താദും ആ മേഖലയിൽ നിന്ന് പഠിച്ചുകൊണ്ട് പിന്നീട് ഇത്തരത്തിലുള്ള പഠനങ്ങളിലേക്ക് നീങ്ങിയ ആളാണ്. അപ്പൊ അതുകൊണ്ട് ആ കുട്ടികൾക്ക് ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ നിന്ന് തന്നെ കൂടുതൽ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് എങ്ങനെ ഉപരിപഠനത്തിന് വേണ്ടിയുള്ള സാധ്യതകൾ കണ്ടെത്താം, അതുപോലെ അമേരിക്കയിലേക്കുള്ള ഹയർ സ്റ്റഡീസിന്റെ സാധ്യതകൾ, ഇതൊക്കെയാണ് അതിന്റെ ക്ലാസ്സിൽ നിന്ന് കുട്ടികൾ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ നമ്മൾ നേരെ ക്ലാസ്സിലേക്ക് കടക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന HOD അബ്ദുറഹ്മാൻ ഉസ്താദിനെയും ഡിപ്പാർട്ട്മെന്റിലെ മുഴുവൻ വിദ്യാർത്ഥികളെയും അതുപോലെ ഇന്നത്തെ വിഷയാവതരണം നടത്തുന്ന നമ്മുടെ ഫൈസൽ ഉസ്താദിനെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടുതൽ ആമുഖങ്ങളൊന്നും ഇല്ലാതെ ഉസ്താദിനെ സംസാരത്തിന് വേണ്ടി ക്ഷണിക്കുകയാണ്. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഒന്ന് മ്യൂട്ട് ചെയ്യോ? അതെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ബഹുമാനമുള്ള ഉസ്താദുമാരെ, എന്നെ കേൾക്കുന്ന ശ്രോതാക്കളെ, കൃത്യമായിട്ട് നിങ്ങളെ കാണാൻ പറ്റുന്നില്ല. എന്തായാലും ഉടമല ഇസ്ലാമിക് അക്കാദമിയിലെ വിദ്യാർത്ഥികളെ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് അമേരിക്കയിലേക്കുള്ള പുതിയ ഒരു മൈഗ്രേഷൻ ട്രെൻഡ്, റിസർച്ച് ആവശ്യങ്ങൾക്കായിട്ട്, ഉപരിപഠന ആവശ്യങ്ങൾക്കായിട്ടുള്ള ആൾക്കാർ മൈഗ്രേറ്റ് ചെയ്യുന്നൊരു ട്രെൻഡ് ഇവിടെ നിലനിൽക്കുന്നുണ്ട്. എൻ്റെ സൗണ്ട് ക്ലിയർ അല്ലേ? വേറെ ഏതെങ്കിലും വോയിസ് വരുന്നുണ്ടെങ്കിൽ ഒന്ന് സൂചിപ്പിച്ച് തന്നായിരുന്നു. സൗണ്ട് ക്ലിയർ ആണ്. ഓക്കെ. അപ്പോൾ അമേരിക്കയിലേക്ക് പ്രത്യേകിച്ചും ആൾക്കാർ ട്രാവൽ ചെയ്യുന്നുണ്ട്, മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ 2022-23 കണക്ക് പ്രകാരം ലോകത്തെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെ, ഗ്രാജുവേറ്റ് സ്റ്റുഡൻസിനെ അമേരിക്കയിലേക്ക് അയക്കുന്നതിൽ രണ്ടാമത്തെ രാജ്യം ഇന്ത്യയാണ്. ഒന്നാമത് സ്വാഭാവികമായിട്ട് ചൈന ആയിരിക്കും. പോപ്പുലേഷൻ വൈസും അതുപോലെ എഡ്യൂക്കേഷൻ വൈസും ചൈന ആയിരിക്കും. രണ്ടാമത് ഇന്ത്യയാണ്. അപ്പോൾ ഇത്രയും ആൾക്കാർ ഉപരിപഠനത്തിന് അല്ലെങ്കിൽ PhDക്ക് വേണ്ടിയിട്ട്, മാസ്റ്റേഴ്സിന് വേണ്ടിയിട്ടൊക്കെ അമേരിക്കയിലേക്ക് യാത്ര ചെയ്യാനുള്ള കാരണങ്ങൾ അപ്പോൾ പ്രധാനമായിട്ട് പറയാനുള്ളതെന്ന് വെച്ചാൽ അമേരിക്കൻ എഡ്യൂക്കേഷൻ, അമേരിക്കയുടെ റിസർച്ചിൻ്റെ ഒരു റിഗ്രസീവ് നാച്ചർ, വളരെയധികം എന്താ പറയുക, റിഗ്രസ് ആയിട്ടുള്ള ആൾക്കാരെ നന്നായിട്ട് ട്രെയിൻ ചെയ്യുന്നൊരു സിസ്റ്റമാണ് അമേരിക്കയിലുള്ളത്.
അതിന് നമുക്ക് മനസ്സിലാവാൻ വെച്ചാൽ അതിൻ്റെ ആപ്ലിക്കേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എത്രമാത്രം റിഗറസ് ആണ് ഈ ഒരു പ്രോസസ്സ് എന്നുള്ളത്. 3-4 മാസമൊക്കെ എടുത്തിട്ടാണ് ആൾക്കാർ ഇതിന് അപ്ലൈ ചെയ്യുന്നത്. സാധാരണ നോർമലി സെപ്റ്റംബറിൽ സ്റ്റാർട്ട് ചെയ്ത് ഡിസംബറിൽ അവസാനിക്കുന്ന ഒരു അഡ്മിഷൻ സൈക്കിൾ, ഒരു ആപ്ലിക്കേഷൻ സൈക്കിൾ. അപ്പോൾ അതിൻ്റെ റിസൾട്ട് ഉണ്ടാവുക ഓൾമോസ്റ്റ് ഫെബ്രുവരി ഒക്കെ ആകുമ്പോഴാണ്. അപ്പോൾ ഏകദേശം ഒരു 4 to 6 months നമ്മൾ ഈ ആപ്ലിക്കേഷന് വേണ്ടി മാത്രം സ്പെൻഡ് ചെയ്യുകയാണ്. പിന്നെ അതിന് ശേഷമാണ് അതിൻ്റെ റിസൾട്ട് കാര്യങ്ങൾ വരിക, പിന്നെ അത് എന്നിട്ട് മറ്റു സ്ക്രീനിങ് കാര്യങ്ങൾ, അങ്ങനെ വളരെ റിഗ്രസ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അപ്പം അതിനുശേഷമുള്ള ട്രെയിനിങ്ങും റിഗ്രസ് ആണ്. അപ്പം അതിൻ്റെയൊക്കെ റിസൾട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. കാരണം അത്രയും ഇപ്പോൾ ഇസ്ലാമിനെ കുറിച്ച് ലോകത്തെ ഏറ്റവും മികച്ച പഠനങ്ങൾ വരുന്നത് അമേരിക്കയിൽ നിന്നും യൂറോപ്പിൽ നിന്നാണ്. നമ്മൾ ഈസ്റ്റിൽ നിന്ന് വരുന്ന അല്ലെങ്കിൽ മഷ്രിഖിൽ നിന്ന് വരുന്ന പഠനങ്ങളെ എന്തല്ല അവഗണിക്കുകയോ അതിനെ വില കുറച്ച് കാണുകയല്ല, മറിച്ച് നിങ്ങൾ ചെക്ക് ചെയ്യാം. ഇപ്പോൾ ഹദീസ് ആണെങ്കിൽ അതുപോലെ അപ്പോൾ ഇപ്പോൾ ഞാനൊക്കെ ദാറുൽ പഠിച്ചിരുന്ന കാലത്ത് PG ഡിപ്പാർട്ട്മെൻറ്റിൽ ഹദീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഹദീസിൻ്റെ ഫൗണ്ടേഷൻ കോഴ്സിൽ അതിൻ്റെയൊക്കെ ടെക്സ്റ്റ് ആയിട്ടുണ്ടായിരുന്നത്, ബേസിക് പ്രൈമറി ടെക്സ്റ്റുകളായിട്ടുണ്ടായിരുന്നത് ജനാദിൻ കേൾക്കുന്നില്ലേ? ജനാദിൻ AC ബ്രൗണിൻ്റെ ഹദീസ് എന്നുള്ള ടെക്സ്റ്റ് ആയിരുന്നു. അതുപോലെ ജോയൽ ബ്ലക്കറുടെ ടെക്സ്റ്റ്. പത്രത്തിൽ വെസ്റ്റേൺ അക്കാഡമിയിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന പുസ്തകങ്ങൾ ആൾക്കാർ വളരെ ഗൗരവമായിട്ട് എടുക്കുകയും പഠിക്കാനും തുടങ്ങി. അപ്പോൾ അതിൻ്റെ നമ്മൾ കുറച്ച് കാലം മുമ്പ് മുസ്തഫ സിബായി തുടങ്ങിയുള്ള ആൾക്കാരെ, മുസ്തഫ ആലമി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ഒരേ സമയം വെസ്റ്റേൺ അക്കാഡമിക്കാണ്, അതുപോലെ തന്നെ ക്ലാസിക്കൽ ടെക്സ്റ്റുകളിൽ വളരെ അഗാധമായ നോളജുള്ള ഒരാളും കൂടിയാണ്. ഒരു നമുക്കൊക്കെ അറിയാവുന്ന രീതിയിൽ നമ്മുടെയൊക്കെ മദ്രസ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നൊക്കെ പഠിച്ചു വന്നിട്ടുള്ള ഒരാൾ. അങ്ങനെ ഒരുപാട് ആൾക്കാർ ഇത്തരത്തിൽ ഈസ്റ്റിൽ നിന്ന് മദ്രസ ബാക്ക്ഗ്രൗണ്ടുകളിൽ മക്തബുകളിലൊക്കെ പഠിച്ചു വന്ന് പിന്നീട് അമേരിക്കൻ അക്കാഡമിയിൽ എത്തുന്ന ആൾക്കാർ. അപ്പോൾ അതിൻ്റെ ഒരു കാരണം നമ്മൾ പറയണമെന്ന് വെച്ചാൽ അത്രയും ഇപ്പോൾ നിലവിൽ വിജ്ഞാനത്തിൻ്റെ അല്ലെങ്കിൽ നോളജ് പ്രൊഡക്ഷൻ്റെ ഒരു പ്രധാന കേന്ദ്രം എന്ന് പറയുന്നത് അമേരിക്കയാണ്. ഞാൻ അമേരിക്കയിൽ ഇപ്പോൾ ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയിൽ ഞാൻ PhD ചെയ്യാണ്. അപ്പോൾ PhDക്ക് വേണ്ടി ജോയിൻ ചെയ്തപ്പോൾ എൻ്റെ ഒരു അഡ്വൈസർ ഉണ്ട്, പ്രൊഫസർ ഇസ്മായിൽ ഫജ്രി അൽ അത്താസ്. ഇന്തോനേഷ്യനാണ്, സയ്യിദാണ്, ഹദ്രമിയാണ്. അപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഫൈസൽ നിങ്ങൾ എന്തിനാണ് ഇത്തരത്തിൽ 10-12 വർഷം ക്ലാസിക്കൽ ടെക്സ്റ്റൊക്കെ വായിച്ച് ഒരു ക്ലാസിക്കൽ ആലിമാവാനുള്ള എല്ലാ യോഗ്യത ഉണ്ടായിട്ട് നിങ്ങൾ എന്തിനാണ് അമേരിക്കൻ അക്കാഡമിയിലേക്ക് വന്നത്? ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞൊരു മറുപടി ഉണ്ട്, ഇവിടെ ഒരു സ്പേസ് ഉണ്ട്, അമേരിക്കൻ അക്കാഡമിയിൽ ഒരു സ്പേസ് ഉണ്ട്, ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാൻ, ഇസ്ലാമിനെ കുറിച്ച് സംസാരിക്കാൻ, ഡിസ്കസ് ചെയ്യാൻ ഒരു സ്പേസ് ഉണ്ട്. ആ സ്പേസ് ഓക്യുപ്പൈ ചെയ്യുന്ന ആൾക്കാർ പലപ്പോഴും പ്രാക്ടീസിങ് മുസ്ലിംസ് അല്ല, പുതിയ ആൾക്കാർ കടന്നു വരുന്നുണ്ട്. ഷർമൻ ജാക്സനെ പോലെയുള്ള, ജനാദിൻ ബ്രൗണിനെ പോലെയുള്ള, ഖാലിദ് അബുൽ ഫാദിലിനെ പോലെയുള്ള ആൾക്കാർ ആ മേഖലയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ, ഇപ്പോൾ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് മിഡിൽ ഈസ്റ്റേൺ ആൻഡ് ഇസ്ലാമിക് സ്റ്റഡീസ് ഡിപ്പാർട്ട്മെൻറ്റ് ആൻഡ് ഹിസ്റ്ററി ഡിപ്പാർട്ട്മെൻറ്റ് NYU ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയിൽ. അപ്പോൾ ഞങ്ങളുടെ പ്രൊഫസേഴ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാൾ നിങ്ങൾക്കൊക്കെ ചിലപ്പോൾ അറിയായിരിക്കും, മാരിയൻ കാറ്റ്സ്. അപ്പോൾ അവരൊരു ജൂയിഷ് അമേരിക്കൻ പ്രൊഫസറാണ്. അപ്പോൾ അവരാണ് അവിടെ തഫ്സീറുകളെ കുറിച്ച് പഠിപ്പിക്കുന്നത്, തഫ്സീർ ബൈലാവിയെക്കുറിച്ച്, ത്വബരിയെക്കുറിച്ച്. അപ്പോൾ അത്തരത്തിലുള്ള ടെക്സ്റ്റുകൾ, ക്ലാസിക്കൽ ടെക്സ്റ്റുകൾ റീഡ് ചെയ്ത് അതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ അവർ നടത്തുന്നു, അവർ പഠിപ്പിക്കുന്നു. അവർ ഇസ്ലാമിക് ലീഗൽ തിയറിയിൽ എക്സ്പേർട്ടാണ്. അപ്പം ഞാൻ പറഞ്ഞു, അപ്പോൾ എനിക്ക് അല്ലെങ്കിൽ ഞങ്ങളെപ്പോലുള്ള ആൾക്കാർക്ക് ഇജാസത്തുണ്ട്, ഇസ്നാദുണ്ട്. അപ്പോൾ അവരും അതിനെ വളരെ ഗൗരവമായിട്ട് കാണുന്നുണ്ട്. ഇസ്നാദുള്ള, ഇജാസത്തുള്ള, ക്ലാസിക്കൽ അല്ലെങ്കിൽ ട്രഡീഷണൽ റിലീജിയസ് ബാക്ക്ഗ്രൗണ്ടിലൂടെ കടന്നു വന്നിട്ടുള്ള സ്കോളേഴ്സ്, ദ വാല്യൂസ്. സോ നമുക്കൊരു സ്പേസ് ഉണ്ട്. അപ്പോൾ ആ ഒരു സ്പേസിലേക്കാണ് ആൾക്കാർ കടന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, അപ്പോൾ അമേരിക്കയിൽ ഇങ്ങനെ ഒരു സ്പേസ് ഉണ്ട്. അപ്പോൾ വളരെ റിഗ്രസ് ആണ് അവിടുത്തെ ട്രെയിനിങ്, ക്രിട്ടിക്കൽ തിങ്കിങ്, അതുപോലെ തന്നെ ഇസ്ലാമിനെ എങ്ങനെ മനസ്സിലാക്കാം. വളരെ രസകരമായിട്ടുള്ള സംഭവം വെച്ചാൽ ഒരു 2-3-4 വർഷങ്ങൾക്ക് മുമ്പ് കാനഡയിലെ, US കാനഡ പൊതുവിൽ അങ്ങനെയാണ് അമേരിക്കൻ അക്കാഡമിയെ മനസ്സിലാക്കുക, കാനഡയിലെ മക്ഗിൽ യൂണിവേഴ്സിറ്റിയിൽ ഒരു റിസർച്ച് നടന്നു. അപ്പോൾ റിസർച്ച് നടക്കുന്നതാണെന്ന് വെച്ചാൽ അവിടെയുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റ്, ഇസ്ലാമിക് സ്റ്റഡീസ് ഡിപ്പാർട്ട്മെൻറ്റ്, വളരെ ഫേമസ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റാണ്. അപ്പോൾ ആ ഡിപ്പാർട്ട്മെൻറ്റിൽ എങ്ങനെയാണ് ദൈനംദിന കർമ്മങ്ങൾ നടക്കുന്നതാണ് റിസർച്ച്. അപ്പോൾ അവിടെ തന്നെയുള്ള ഒരു ആന്ത്രപ്പോളജിസ്റ്റാണ് നടത്തി. അപ്പോൾ അവിടുത്തെ കുട്ടികളുടെ ഇസ്ലാമിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട് എന്താണ്, ഏതുതരം കാഴ്ചപ്പാടുകളാണ് അവിടുത്തെ ഡോമിനൻറ്റ് നാരേറ്റീവ്, ഇസ്ലാമിനെ കുറിച്ചുള്ള ഡോമിനൻറ്റ് നാരേറ്റീവ് ഏതാണ്, ആരാണ് അതിനെ ബാക്ക് ചെയ്യുന്നത്. അവിടെ റിസർച്ചിൽ പോകുന്ന ആൾക്കാർക്ക് കൂടുതലും കിട്ടാൻ സാധ്യതയുള്ള ടോപ്പിക്കുകൾ ഏതാണ്, തീമുകൾ ഏതാണ്, ഏതുതരം റിസർച്ച് ഫ്രെയിം വർക്കുകളാണ് അവർ അഡോപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് വളരെ രസകരമായിട്ടുള്ളൊരു പഠനമായിരുന്നു. അത് ഒരു അമേരിക്കൻ അക്കാഡമി അല്ലെങ്കിൽ ഒരു കനേഡിയൻ അക്കാഡമിയ
എങ്ങനെയാണ് ഇസ്ലാമിനെ പഠിക്കുന്നത്, ഏതുതരം ഇൻഫ്ലുവൻസ് ആണ് അവർ പുറത്തുള്ള മുസ്ലിം കമ്മ്യൂണിറ്റിയിലേക്ക് എക്സേർട്ട് ചെയ്യുന്നത് എന്നുള്ള ഒരു പഠനം. വളരെ രസകരമായ പഠനം, നിങ്ങൾക്ക് വായിക്കാൻ പറ്റും. 10-16 പേജിൽ ചെറിയൊരു ആർട്ടിക്കിളാണ്. അപ്പം ഞാൻ പറഞ്ഞു, അപ്പോൾ അത്തരത്തിലുള്ള പഠനങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ആ പഠനങ്ങളുടെ ഭാഗമാവാൻ, അതിൻ്റെ ഭാഗമാക്കാനുള്ള ഒരു അവസരമാണ് നമുക്ക് ലഭിക്കുന്നത്. പക്ഷെ അത് എളുപ്പമല്ല. ഒരുപാട് ആൾക്കാർ ഓരോ വർഷം അപ്ലൈ ചെയ്യുന്നുണ്ട്. ചില ആൾക്കാർ കിട്ടുന്നുണ്ട്, ചില ആൾക്കാർ കിട്ടുന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു പ്രധാന കാരണം തന്നെ ഇത്രയും റിഗറസ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ പ്രോസസ്സാണ്. അതിന് ശേഷമുള്ള പ്രോസസ്സും അതിൽ കാരണം നമുക്കിപ്പോൾ ഒരു റൈറ്റിംഗ് സാമ്പിൾ വേണം. പക്ഷെ ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഇവർ റിക്വയർ ചെയ്യുന്ന, ഇവർക്ക് ആവശ്യമായിട്ടുള്ള പല കാര്യങ്ങളും നമ്മുടെ കയ്യിലുണ്ട്. ദാർഹുദ പോലെയുള്ള സിസ്റ്റത്തിൽ നമുക്കത് ലഭ്യമാണ്. ഫോർ എക്സാമ്പിൾ, നമുക്കിപ്പോൾ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു റൈറ്റിംഗ് സാമ്പിൾ വേണം. നമ്മൾ ഏകദേശം എല്ലാവർക്കും ഇവിടെ തീസിസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, പ്രോജക്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഡെസർട്ടേഷൻ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ആ ഒരു ഡെസർട്ടേഷൻ നമ്മുടെ കയ്യിലുണ്ടാവും. സോ അതൊരു റൈറ്റിംഗ് സാമ്പിളെ നമുക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ പുതിയ ഒരു ട്രെൻഡ്, ദാർഹുദയിലെ സ്റ്റുഡൻസിൻ്റെ പുതിയൊരു ട്രെൻഡ്, വിവിധ യൂണിവേഴ്സിറ്റികളിലേക്ക് ആൾക്കാർ പോകുന്നുണ്ട്. ഐസർ ഭോപ്പാലിലേക്ക്, അതേപോലെ തന്നെ IIT ഡൽഹി, IIT ബോംബെ, IIT അങ്ങനെ പല സ്ഥലങ്ങളിലും ഗാന്ധിനഗറൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള അവിടെ നിന്നുള്ള റെക്കമെൻഡേഷൻ ലെറ്റർ ചെയ്തത്, അപ്പോൾ അതൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ ഇതൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അഥവാ പുതിയ കാലത്ത് അക്കാഡമിയെ അല്ലെങ്കിൽ ഇസ്ലാമിനെ കുറിച്ചുള്ള നോളജിനെ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുക എന്നുള്ളതിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ വളരെ റീസെൻ്റ് ആയിട്ട് ഒരു പഠനം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ അവർ പഠിക്കുന്നത് വെച്ചാൽ പുതിയ കാലത്തെ മുസ്ലിം സ്കോളേഴ്സ്, ഇന്നത്തെ കാലത്ത് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു മുസ്ലിം സ്കോളറുടെ പേര് പറയാൻ പറഞ്ഞാൽ കൂടുതൽ ആൾക്കാരും പറയാം അബ്ദുൽ ഹക്കീം മുറാദിനെയും അതുപോലെ തന്നെ ഹംസ യൂസുഫിനൊക്കെ ആയിരിക്കും, അല്ലേ? സ്വാഭാവികമായിട്ട് അങ്ങനെ ഉണ്ടാവുക. ഇസ്ലാമിക ലോകത്തുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ഫേസുകളെ കുറിച്ച് പറയാൻ പറഞ്ഞാൽ ആൾക്കാർ പറയാം ഇവരൊക്കെ ആയിരിക്കും. അപ്പോൾ ഇവരെ കുറിച്ചിട്ടൊരു പഠനം തന്നിട്ട് ഇവർ മുന്നോട്ട് വെക്കുന്ന ഇസ്ലാമിനെ കുറിച്ചൊരു പഠനം, വലാ ഖുസൈ എന്നുള്ളൊരു സ്കോളർ വളരെ റീസെൻ്റ് ആയിട്ട് 2023 പബ്ലിഷ് ചെയ്തിട്ടുള്ള പഠനമാണ്. ഇത്തരത്തിൽ ഇസ്ലാമിനെ കുറിച്ച് പുതിയ കാലത്തുള്ള സ്കോളേഴ്സിനെ കുറിച്ച്, നമ്മുടെ മദ്രസ സിസ്റ്റത്തെക്കുറിച്ച് ഒക്കെ ആൾക്കാർ പഠിക്കുന്നുണ്ട്, പല രീതിയിൽ പഠിക്കുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ 1-2 വർഷം മുമ്പ് ദാർഹുദയിൽ നടത്തിയ ഒരു ചെറിയൊരു ഡിസ്കഷനിൽ പറയായിരുന്നു. അപ്പം അന്ന് ഫാത്തിമ ബിബിയെ കുറിച്ച് ഒരു ചെറിയൊരു ചാപ്റ്റർ എഴുതാൻ വേണ്ടിയിട്ട്, ഒരു മദ്രസയുടെ പുസ്തകത്തിലേക്ക് ഒരു ചാപ്റ്റർ എഴുതാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി ക്രിട്ടിക്കലായിട്ട് പഠിച്ചിട്ടുള്ള ഇംഗ്ലീഷിലുള്ള ഒരു പുസ്തകം ഞാൻ സെർച്ച് ചെയ്തായിരുന്നു. അപ്പം അന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഒരു റോമൻ പോണ്ടിഫ് ഇൻസ്റ്റിറ്റ്യൂട്ട്, അഥവാ പോപ്പിൻ്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ഞാനിത് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അപ്പോൾ അവിടെയുള്ള ഒരു പ്രൊഫസർ, അവിടെ PhD ചെയ്ത ഒരാളാണ് ഫാത്തിമ ബിബിയെ കുറിച്ചിട്ട് ഇംഗ്ലീഷിലുള്ള ആദ്യത്തെ ഒരു വളരെ അക്കാഡമിക്കലി ക്രിട്ടിക്കലി ആയിട്ടുള്ള ഒരു പുസ്തകം എഴുതിയിട്ടുള്ളത്. സോ ആ സ്പേസ് ശരിക്ക് ടെക്നിക്കലി പറയുകയാണെങ്കിൽ നമ്മളെപ്പോലുള്ള സ്കോളേഴ്സിന് ക്ലാസിക്കലി ഇസ്ലാമിനെ കുറിച്ച് പഠിച്ച, അതുപോലെ തന്നെ ക്രിട്ടിക്കൽ മെത്തേഡ്, ഇപ്പോൾ വെസ്റ്റേൺ ക്രിട്ടിക്കൽ മെത്തേഡ്, ഹിസ്റ്റോറിക്കൽ ക്രിട്ടിക്കൽ മെത്തേഡ് ഒക്കെ ഉപയോഗിച്ചിട്ട് ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുന്ന, ഹദീസിനെ കുറിച്ച് പഠിക്കുന്ന ആൾക്കാർക്ക് റിസർവ് ചെയ്യപ്പെടേണ്ട ഒരു സ്പേസ് ആണ്. അപ്പോൾ ആ സ്പേസ് ഇന്ന് പല ആൾക്കാരുടെയും കയ്യിലാണ്. അപ്പോൾ ആ സ്പേസ് ഒക്യുപ്പൈ ചെയ്യണമെന്നോ അല്ലെങ്കിൽ അത് പിടിച്ചെടുക്കണമെന്നോ ഒന്നല്ല പറയണത്. നമുക്ക് അവസരങ്ങളുള്ള സ്പേസിലേക്ക് നമ്മൾ സ്വാഭാവികമായിട്ട് കടന്നു ചെല്ലണം. അപ്പം അതിൽ തിരികെ കയറ്റലുകളോ അല്ലെങ്കിൽ അധിനിവേശമോ അതിക്രമങ്ങളോ ഒന്നും ആവശ്യമില്ല. അത് സ്വാഭാവികമായിട്ടുള്ള പ്രോസസ്സാണ്. അഥവാ ഏകദേശം റെനസൻസ് വരെ നോളജ് പ്രൊഡക്ഷൻ്റെ വലിയൊരു ഭാഗം നടന്നിരുന്നത് ഇസ്ലാമിക ലോകത്തായിരുന്നു, ഈസ്റ്റിലായിരുന്നു. പിന്നീട് അഥവാ ഗ്ലോബൽ സൗത്തിലായിരുന്നു. പിന്നീട് അത് ഗ്ലോബൽ നോർത്തിലേക്ക് മാറുന്നു. റെനസൻസിന് ശേഷം, എൻലൈറ്റ്മെൻറ്റിന് ശേഷം നോളജ് പ്രൊഡക്ഷൻ ഗ്ലോബൽ നോർത്തിലേക്ക് മാറുന്നു. ഇനി ആ ഒരു പ്രോസസ്സിലേക്ക് ഗ്ലോബൽ സൗത്തിൻ്റെ സംഭാവനകളായിട്ടാണ് നമ്മൾ കടന്നു വരുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഞങ്ങളുടെ പ്രൊഫസർ, അദ്ദേഹം തമാശയായിട്ട് എടുത്ത് പറഞ്ഞിരുന്നു, ഒരു 10-20 വർഷങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ 10-30 വർഷങ്ങൾക്ക് മുമ്പ് അമേരിക്കൻ അക്കാഡമിയിൽ ഒരു ഡിസ്കഷൻ ഉണ്ട്. ഗ്ലോബൽ സൗത്ത് നിന്ന് ഇന്ത്യയിൽ നിന്നൊക്കെ വരുന്ന ആൾക്കാരെന്ന് പറയുന്നത് ഭട്ടാചാര്യ, അതേപോലെ തന്നെ റോയ്, കപൂർ, അങ്ങനെയുള്ള ഒരു ബംഗാളി ബാബു, ബംഗാളി ബ്രാഹ്മിൻസ്, ദാസ്, ഗുപ്ത തുടങ്ങിയുള്ള ആൾക്കാരായിരുന്നു. പക്ഷെ ആ ഒരു ട്രെൻഡ് കഴിഞ്ഞൊരു 10 വർഷമായിട്ട് മാറുന്നുണ്ട്. ആ ട്രെൻഡ് മാറുന്നതിനനുസരിച്ച് അദ്ദേഹം പറഞ്ഞൊരു ഉദാഹരണമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായത്. അപ്പോൾ അദ്ദേഹം ആ ട്രെൻഡ് മാറുന്നതെന്ന് വെച്ചാൽ നോർത്ത് നിന്ന്, അഥവാ നോർത്ത് ഈസ്റ്റ് അല്ലെങ്കിൽ ഈസ്റ്റ് നിന്ന് ആ ട്രെൻഡ് സൗത്തിലേക്ക് മാറാണ്. അത് ഇന്ത്യയാണ് ഉദാഹരണമായിട്ട് എടുക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറയാണ് ബംഗാളിൽ നിന്ന്, ബംഗാളി ബാബുസ് അല്ലെങ്കിൽ ബംഗാളി ബ്രാഹ്മിൻസ് നിന്ന് ആ ഒരു ട്രെൻഡ് സൗത്തിലേക്ക് മാറും, മലബാറിലേക്ക് കടന്നു വരാണ്. സോ ദർ ആർ മലബാരീസ് ഇൻ അമേരിക്കൻ അക്കാഡമിയ ഓർ വെസ്റ്റേൺ അക്കാഡമിയ. അപ്പോൾ അത് ഉദാഹരണം പറയാണ് മഹ്മൂദ് കൂരിയ, ജലീൽ പിക്കം, ഹീസ് ഡൂയിങ് പോസ്റ്റ് ഡോക് അറ്റ് US സിംഗപ്പൂർ, ഐ ഗസ്. സോ അങ്ങനെയുള്ള ആൾക്കാർ അദ്ദേഹം കോട്ട് ചെയ്ത്, അതായത് നമ്മുടെ സർക്കിളിലുള്ള ആൾക്കാർ അദ്ദേഹം കോട്ട് ചെയ്തിട്ടാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു ട്രെൻഡ് മാറുന്നുണ്ട്. ഇസ്ലാമിനെ കുറിച്ച്
അഥവാ ഒരു മാർക്സിസ്റ്റ് പരിപ്രേക്ഷ്യത്തിൽ നിന്ന് ഇസ്ലാമിനെ പഠിക്കുന്നതിന് അപ്പുറം പുതിയൊരു ട്രെൻഡ് വരുന്നുണ്ട്. അപ്പം അതിന് തലാലാസത്തിനെ പോലുള്ള ആൾക്കാർ വിത്ത് പാകിയിട്ടുണ്ട്. സമൂലി ഷിൽക്കെ, അതേപോലെ തന്നെ ഹിഷ്കിന്ത്, ചാൾസ് ഹിഷ്കിന്ത്, സബ മഹ്മൂദ് തുടങ്ങിയ ആൾക്കാർ അതിനെ നട്ടു വളർത്തിയിട്ടുണ്ട്. ആ ഒരു ട്രെൻഡിലേക്കാണ് പുതിയ ആൾക്കാർ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അമേരിക്കൻ അക്കാഡമിയിലാണ്, വെസ്റ്റേൺ അക്കാഡമിയിലാണ് ആന്ത്രപ്പോളജി ഓഫ് ഇസ്ലാം നിങ്ങളും പഠിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ സോഷ്യോളജി ഓഫ് ഇസ്ലാം. അപ്പോൾ അതിന് വലിയൊരു വാല്യൂ ഉണ്ട്, ആൾക്കാർ ഇത് പഠിക്കുന്നുണ്ട്. അപ്പോൾ അതൊരു ട്രെൻഡ് സെറ്ററായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്പേസിലേക്കാണ് നമ്മൾ PhD പോകുന്നത്. അപ്പോൾ PhD എന്ന് പറഞ്ഞാൽ ഒരു 5-6 വർഷം നീണ്ടു നിൽക്കുന്ന പ്രോസസ്സാണ് അമേരിക്കയിൽ. 6 മുതൽ 9 വർഷം വരെ നീളാവുന്ന ഒരു പ്രോസസ്സാണ് അമേരിക്കയിൽ. അപ്പോൾ അതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ജോബ്, ഒരു ജോലിയാണ് ടെക്നിക്കലി. അപ്പോൾ അതിനെ അവരും എന്ത് ചെയ്യുന്നില്ല, ഇതൊരു പഠനം മാത്രമായിട്ട് കാണുന്നില്ല. അപ്പോൾ ഇതിൻ്റെ തുടക്കത്തിലുള്ള 1-2 വർഷം വളരെ റിഗ്രസ് ആയിട്ടുള്ള കോഴ്സ് വർക്കാണ്. ഇപ്പോൾ നിങ്ങൾ സദാ നമ്മുടെ നാട്ടിലൊക്കെ ചെയ്യുന്ന പോലെ ഒരാഴ്ച 3-4 പുസ്തകങ്ങൾ വായിക്കുക, അപ്പോൾ എന്നിട്ട് അതിനൊരു റിവ്യൂ റെസ്പോൺസ് പേപ്പർ എഴുതുക, അത് സബ്മിറ്റ് ചെയ്യുക, ഡിസ്കഷൻ ഇരിക്കുക. 2-3 മണിക്കൂറിലെ ഡിസ്കഷൻ ഉണ്ടാവും. അപ്പോൾ ആ ഡിസ്കഷൻ ഇരിക്കുക. സാധാരണ വീക്കിലി 1-2 ക്ലാസ്സേ ഉണ്ടാവുള്ളൂ. ആ ക്ലാസ് എന്ന് പറഞ്ഞാൽ ലെക്ചർ ആയിരിക്കില്ല, ഡിസ്കഷൻ ആയിരിക്കും. അപ്പോൾ അതിനിരിക്കുക. അപ്പോൾ അതിനുശേഷം പിന്നെ ഒരു ഫൈനൽ പേപ്പർ സബ്മിറ്റ് ചെയ്യുക. ദാറ്റ്സ് ഇറ്റ്. ഇതാണ് അവിടുത്തെ ഒരു പ്രോസസ്സ്. അപ്പോൾ ഒരാഴ്ചയിൽ ഒരു 3-4 പുസ്തകം വായിക്കുന്നവരും അറൗണ്ട് 1200 പേജസ്, 1200-1300 പേജ് വായിക്കേണ്ടി വരും. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു പ്രോസസ്സ്. അപ്പോൾ ആ പ്രോസസ്സിൻ്റെ ഉപകാരം എന്ന് വെച്ചാൽ നമ്മളൊരു വർഷം ആകുമ്പോഴേക്ക് ഏകദേശം 10-200 പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ടാവും. പുസ്തകങ്ങൾ വായിക്കുക, എഴുതുക, നിരന്തരം വായിക്കുക, എഴുതുക എന്നുള്ളൊരു പ്രോസസ്സാണ് PhDയുടെ അല്ലെങ്കിൽ നോളജ് പ്രൊഡക്ഷൻ്റെ ഏറ്റവും കാതലായിട്ടുള്ളൊരു വശം എന്ന് പറയുന്നത്. കാരണം നിങ്ങൾ എത്രത്തോളം വായിക്കുന്നുവോ, എത്രത്തോളം ട്രെയിൻഡ് ആയിട്ട് വായിക്കുന്നുവോ. രണ്ട് തരം വായനകളുണ്ട്. ട്രെയിൻഡ് ആയിട്ട് വായിക്കുക, യാതൊരു ട്രെയിനിങ്ങും ഇല്ലാതെ വായിക്കുക. ട്രെയിനിങ് ഇല്ലാതെ വായിക്കുമ്പോൾ ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾക്ക് എന്താണ് വായിക്കേണ്ടതെന്ന് അറിയാം. അപ്പോൾ ഏതുതരം പുസ്തകങ്ങളാണ് നല്ലത്, ഏതൊരു പുസ്തകങ്ങളാണ് ആദ്യം വായിക്കേണ്ടത്, ഏതൊരു പുസ്തകങ്ങളാണ് പിന്നീട് വായിക്കേണ്ടത്. അപ്പോൾ അത്തരത്തിൽ ഓർഡർ, ഇതൊക്കെ അക്കാഡമിയിൽ മാറ്ററാണ്. അപ്പോൾ അതിനാണ് ഇത്തരത്തിൽ സൂപ്പർവിഷൻ അഡ്വൈസർ എന്നൊക്കെ പറയുന്ന ഒരു അഡ്വൈസർ ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, ഗൈഡ് ചെയ്യാൻ പറ്റും. ഇന്ന പുസ്തകങ്ങൾക്കാണ് വായിക്കേണ്ടത്, യു ഷുഡ് സ്റ്റാർട്ട് ഫ്രം ഹിയർ. അപ്പോൾ മിഷേൽ സെർത്താവിനെ വായിക്കണം തുടക്കം, എന്നിട്ടേ ഫുക്കോനെ വായിക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ എന്നിട്ടേ ദിബേഷ് ചക്രവർത്തിയെ വായിക്കാൻ പാടുള്ളൂ. അപ്പം അത്തരത്തിലുള്ള ഒരു എന്താ പറയുക റൂട്ട് അത് ക്ലിയർ ആക്കുക എന്നുള്ളതാണ് അമേരിക്കൻ അക്കാഡമിൻ്റെ ഒരു രസമുള്ളൊരു കാര്യം. അപ്പോൾ നമുക്കിനി സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് സാധ്യതയുണ്ട്. നിങ്ങളെപ്പോലുള്ള ആൾക്കാർ തന്നെയാണ് അമേരിക്കൻ അക്കാഡമിയിൽ ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ വർഷം അനീസ്, കഴിഞ്ഞ വർഷം നസീഫ്, ഞങ്ങളൊക്കെ മുമ്പ് സാലിഹ്, അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ, അഥവാ ഹുദൈകളും വാഫികളൊക്കെ ആയിട്ട്, അതുപോലെ തന്നെ മറ്റു മലബാർ മുസ്ലിം ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ഒരുപാട് ആൾക്കാർ അമേരിക്കയിൽ PhD തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ചൂട് പിടിച്ച ആൾക്കാർക്ക് വരാം. അപ്പോൾ മാത്രമല്ല ഇത്തരം പഠനങ്ങൾ ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, വാല്യൂ ചെയ്യുന്നുണ്ട്. അഥവാ പുതിയൊരു തലമുറ, ഒരു യങ് ജനറേഷൻ ഇസ്ലാമിനെ കുറിച്ച് സോഷ്യോളജി ഓഫ് ഇസ്ലാം, ആന്ത്രപ്പോളജി ഓഫ് ഇസ്ലാം, ഹിസ്റ്ററി ഓഫ് ഇസ്ലാം, അല്ലെങ്കിൽ റിലീജിയസ് സ്റ്റഡീസ് ബേസ് ചെയ്തിട്ടുള്ള പഠനങ്ങൾ നടത്താൻ അമേരിക്കൻ അക്കാഡമിയിൽ എത്തുന്നത് അവർ കുറച്ചുകൂടി റെസ്പെക്റ്റോടുകൂടിയാണ് കാണും, വാല്യൂഡോട് കാണും. കാരണം ഈ സ്റ്റുഡൻസ് എക്യുപ്ഡ് ആണ്, അവർക്ക് ഭാഷകൾ അറിയാം, അവർക്ക് ക്ലാസിക്കൽ ടെക്സ്റ്റുകൾ വായിച്ചാൽ മനസ്സിലാവും. അതുപോലെ തന്നെ അവർ ക്രിട്ടിക്കൽ തിങ്കിങ്ങിൽ വെൽ എക്യുപ്ഡ്, അവർക്ക് കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും, ഡിസ്കസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു എലമെൻറ്റ് ഇതിലുണ്ട്, ഒരു ക്വാളിറ്റി നമ്മുടെ ധാരാളത്തിലൊക്കെ പഠിക്കുന്ന സ്റ്റുഡൻസിലുണ്ട്. അപ്പോൾ നിങ്ങളിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിത് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഈ ഒരു അപ്ലിക്കേഷൻ്റെ രസം എന്ന് പറയുന്നത് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന നമ്മുടെ ഒരു റിസർച്ച് ഏരിയ ഫൈൻഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ഡിഗ്രി ഫൈനൽ ഇയർ ഒക്കെ ആകുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും നമ്മൾ എന്തിലാണ് റിസർച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഹദീസിലേക്കാണ് ഞാൻ എൻ്റെ റിസർച്ചൊക്കെ ഒരു കാലത്ത് റസൂലുള്ളാഹിനെ കുറിച്ചുള്ള ഡിവോഷൻ, അതുപോലെ തന്നെ അപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്താറുള്ളത് PGയിൽ പഠിക്കുന്ന സമയത്താണ്. ആ ഡിവോഷൻ എങ്ങനെയാണ് ഫ്രീഡം ഫൈറ്റ് അല്ലെങ്കിൽ ആൻറ്റി കൊളോണിയൽ മൂവ്മെൻറ്റ് അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള എംബോഡിമെൻറ്റ്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളായിരുന്നു. അപ്പോൾ അതിനൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് ദാറുൽ ഹദീസ് പഠനങ്ങൾ, അതുപോലെ സീറ ലിറ്ററേച്ചർ, അത്തരം കാര്യങ്ങളൊക്കെ. അപ്പോൾ അത്തരത്തിൽ ഒരുപാട് പഠനങ്ങൾ ഇപ്പോഴും നടക്കുന്നുണ്ട്. ഇപ്പോൾ ഇന്തോനേഷ്യൻ ബേസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ മലബാർ കോസ്റ്റ് ബേസ് ചെയ്തിട്ട്, മലബാർ അല്ലാത്ത ഗുജറാത്ത്, മറ്റു പ്രദേശങ്ങളിൽ, ബിജാപ്പൂർ വരെയുള്ള സൗത്ത് ഇന്ത്യയിലെ മറ്റു പ്രദേശങ്ങൾ ബേസ് ചെയ്തിട്ട്, ഹൈദരാബാദൊക്കെ ബേസ് ചെയ്തിട്ടുള്ള പഠനങ്ങൾ നടക്കുന്നുണ്ട്. ഗുജറാത്ത് ബേസ് ചെയ്തിട്ടുള്ള നരേറ്റീവ് പാസ്റ്റ് വളരെ രസകരമായിട്ടുള്ള പുസ്തകങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അഥവാ ഇത്തരത്തിലുള്ള സീറകളല്ല, ബയോഗ്രഫികളൊക്കെ ബേസ് ചെയ്തിട്ടുള്ള പുസ്തകങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള പഠനങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അത്തരം പഠനങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. ആരൊക്കെയാണ് ഈ പഠനങ്ങൾ നടത്തുന്നത് അന്വേഷിക്കുക. അത്തരം പ്രൊഫസർമാരായിട്ട്
കോണ്ടാക്ട് ഉണ്ടാക്കാൻ ശ്രമിക്കുക. എല്ലാവരുമായിട്ട് കോണ്ടാക്ട് ഉണ്ടാക്കുന്ന എന്നുള്ളത് അത്ര നടക്കുന്ന കാര്യമില്ല. പക്ഷെ അമേരിക്കയിലെ അക്കാഡമിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മളൊരു മെയിൽ അയച്ചാൽ, നമ്മളൊരു ഇൻട്രസ്റ്റ് കാണിച്ചാൽ, പിന്നെ പഠനത്തിൽ എനിക്ക് താല്പര്യമുണ്ട് എന്ന് ഒരു പ്രൊഫസറിന് ഇൻട്രസ്റ്റ് കാണിച്ചാൽ അദ്ദേഹം റെസ്പോണ്ട് ചെയ്യും. മോസ്റ്റ് പ്രോബബ്ലി അദ്ദേഹം റെസ്പോണ്ട് ചെയ്യും. ഒരു 90% ആൾക്കാർ റെസ്പോണ്ട് ചെയ്യും. വളരെ ചുരുക്കം ആൾക്കാർ മാത്രമേ റെസ്പോണ്ട് ചെയ്യാതിരിക്കുള്ളൂ. ആ റെസ്പോൺസ് കിട്ടാത്തതിനുള്ള ഒരു കാരണം നിങ്ങളുടെ ആ ഒരു ഇൻട്രസ്റ്റ് വളരെ വെയ്ഗായുള്ളതായിരിക്കും ഒരു പക്ഷേ. അല്ലാത്ത പക്ഷം നിങ്ങളുടെ ഇൻട്രസ്റ്റ് എന്താണ്, ജെന്യൂൻ ആണ്, അഥവാ വളരെ ക്ലിയർ ആണെന്ന് നിങ്ങൾക്ക് അതിൽ താല്പര്യമുണ്ട്, നിങ്ങൾ പറയുന്ന കാര്യങ്ങളിൽ കൃത്യമായ ധാരണയുണ്ട് എന്ന് അവർക്ക് തോന്നുകയാണെങ്കിൽ യു ഷുഡ് ഗെറ്റ് എ റെസ്പോൺസ്, ഓഫ് കോഴ്സ്. അപ്പം അതാണ് അവരുടെ ഒരു പോളിസി. അതാ ഇയാൾ അർഹിക്കുന്നുണ്ട്, ഹി ഡിസേർവ്സ് എ റെസ്പോൺസ്. അപ്പം അത്തരത്തിൽ നിങ്ങൾ ആൾക്കാരോട് കോൺടാക്ട് ചെയ്യുക. ഇപ്പം ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ, ഞാൻ വളരെ ലേറ്റ് ആയിട്ടാണ് ഈ ഒരു പ്രോസസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. ജെയിനിൽ പഠിക്കുന്ന സമയത്താണ് ഈ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തത്. ജെയിനിൽ പഠിച്ചിറങ്ങിയതിന് ശേഷമാണ് ഈ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തത്. ഏകദേശം ഒരു 50 to 80 പ്രൊഫസേഴ്സിനെ ഞാൻ ലിസ്റ്റ് ഔട്ട് ചെയ്തു. അപ്പോൾ അവരെ കോൺടാക്ട് ചെയ്തു. അപ്പോൾ അവരോട് പറഞ്ഞു, ഇന്നൊരു വിഷയത്തിൽ റിസർച്ച് ചെയ്യാൻ താല്പര്യമുള്ള ഒരാളാണ് ഞാൻ, സോ നിങ്ങൾക്ക് എന്നെ അഡ്വൈസ് ചെയ്യാൻ പറ്റുമെന്ന് ഒരുപാട് ആൾക്കാർ ചോദിച്ചു. അതിൽ പല ആൾക്കാർ റെസ്പോണ്ട് ചെയ്തു. ചില ആൾക്കാർ അനുകൂലമായിട്ട് റെസ്പോണ്ട് ചെയ്തു, ചില ആൾക്കാർ അവരുടെ കയ്യിൽ ഒഴിവില്ല എന്ന് പറഞ്ഞു, ചില ആൾക്കാർ റിട്ടയർ ആവുകയാണെന്ന് പറഞ്ഞു. അങ്ങനെ പല, കൊളംബിയ, എമരി, അതിനെ യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയ, ലോസ് ആഞ്ചൽസ്, അങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്ന് ആൾക്കാർ റെസ്പോണ്ട് ചെയ്തു. ചിലതൊക്കെ നല്ല റെസ്പോൺസ് ആയിരുന്നു, ബ്രൗൺ. ചില ആൾക്കാർ അവർക്ക് ഒഴിവില്ല എന്ന് പറയും. അപ്പം അത്തരത്തിൽ പിന്നെ നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്യുക, എവിടെയാണ് നല്ല സ്കോളർഷിപ്പ് ഉള്ളത്, എവിടെയാണ് ഫെലോഷിപ്പ് ഉള്ളത്, എവിടെയാണ് സ്കോളേഴ്സ് ഉള്ളത്, ഏതാണ് നല്ല റീജിയൻ. അപ്പം അത്തരത്തിൽ നമ്മൾ എന്ത് ചെയ്യുക, ഈ കാര്യങ്ങൾ അന്വേഷിക്കുക. അപ്പോൾ അവരോട് അവിടുത്തെ ആപ്ലിക്കേഷൻ പ്രോസസ്സിന് എന്തൊക്കെയാണ് കാര്യങ്ങൾ വേണ്ടത്. ഫോർ എക്സാമ്പിൾ GRE, ഗ്രാജുവേറ്റ് റെക്കോർഡ് എക്സാം, ചില കോഴ്സുകൾക്ക് അത് ആവശ്യമാണ്. ഹ്യൂമാനിറ്റീസിനോ അല്ലെങ്കിൽ സോഷ്യൽ സയൻസിനോ നിലവിൽ അത് ആവശ്യമില്ല. അതുപോലെ തന്നെ IELTS, ഞങ്ങൾക്കൊന്നും IELTS ഉണ്ടായിരുന്നില്ല. IELTSൻ്റെ ആവശ്യമില്ല എന്നാണ് പൊതുവിലും പറയാം. കാരണം എന്താ വെച്ചാൽ നമ്മുടെയൊക്കെ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ, നമ്മൾ പഠിക്കുന്ന ഭാഷ, നമ്മൾ സംസാരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ അക്കാഡമിക് ലാംഗ്വേജ് ഇംഗ്ലീഷാണ്. സോ വി ഡോണ്ട് നീഡ് IELTS. അപ്പോൾ നമുക്കൊരു മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ദാറ്റ് വർക്ക്സ്. അപ്പോൾ അതിൽ വളരെ എളുപ്പമാണ്. അഥവാ ടെക്നിക്കലി കുറച്ച് റിഗറസ് ആണ്, പക്ഷേ നമ്മളിതിനായി അധ്വാനിക്കാൻ റെഡിയാണെങ്കിൽ ഇറ്റ്സ് എ ചിൽ പ്രോസസ്. നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ഇതൊരു വലിയ ഭയങ്കര സംഭവമായിട്ടുള്ള അല്ലെങ്കിൽ അപ്രാപ്യമായിട്ടുള്ള ഒരു സംഭവം ഒന്നല്ല, എളുപ്പമാണ്. അത് നമ്മളെപ്പോലുള്ള ആൾക്കാർക്ക് വിചാരിച്ചാൽ കഴിയാവുന്ന ഒരു പ്രോസസ്സാണ്, നാവിഗേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോസസ്സാണ്. പിന്നെ ചില സ്ഥലങ്ങളിൽ നമ്മുടെ അപ്ലിക്കേഷൻ പാക്കേജ് എന്നാണ് ഇതിന് പറയാം. അത് നമ്മൾ ഒരു SOP, SOP ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാർട്ട്. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പേർപ്പസ്, നമ്മുടെ റിസർച്ച് പ്രപ്പോസൽ, നമ്മൾ ആരാണ്, നമ്മൾ എന്താണ് ചെയ്യുന്നത്, വാട്ട് ഇസ് ദ പേർപ്പസ് ഓഫ് ദിസ് റിസർച്ച്, ഈ റിസർച്ചിൻ്റെ നമ്മൾ എന്ത് ലക്ഷ്യമാണ് അച്ചീവ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പം അത്തരത്തിലുള്ള ഒരു ചെറിയ 1-2 പേജുള്ള, മാക്സിമം 2 പേജ്, ചിലയിടത്തൊക്കെ 3 പേജ്, ഡബിൾ സ്പേസ് എന്ന് പറയുമ്പോൾ ഏകദേശം അറൗണ്ട് 1000 വേർഡ്സ്, 1000 വേർഡ്സിൽ മാക്സിമം. ഞങ്ങളതൊക്കെ 800 വേർഡ്സ് ആയിരുന്നു NYUവിൻ്റെ. അപ്പോൾ 800 വേർഡ്സിൽ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തീർക്കണം. നിങ്ങൾ ആരാണ്, നിങ്ങൾ എന്താണ് പഠിച്ചിട്ടുള്ളത്, നിങ്ങളുടെ ക്വാളിഫിക്കേഷൻസ് എന്താണ്, നിങ്ങൾ നിലവിൽ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, നിങ്ങളുടെ റിസർച്ച് പ്ലാൻ എന്താണ്, റിസർച്ച് പ്രപ്പോസൽ എന്താണ്, ആൻഡ് ആഫ്റ്റർ റിസർച്ച് നിങ്ങൾ റിസർച്ച് ശേഷം എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒരു 2 പേജ് സ്റ്റേറ്റ്മെൻറ്റിൽ നിങ്ങൾ പറയണം. ദാറ്റ്സ് എ സ്കിൽ. അപ്പം അതൊരു സ്കില്ലാണ്, നിങ്ങൾ എങ്ങനെ അത് ചെയ്യുന്നു എന്നുള്ളത്. അതാണ് ഇതിൻ്റെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് പാർട്ട്. അപ്പോൾ അതും പിന്നെ ഒരു റൈറ്റിംഗ് സാമ്പിൾ. ഇപ്പോൾ നിങ്ങളുടെ റിസർച്ചിന് നിങ്ങൾക്ക് ഒരു റിസർച്ച് ചെയ്യാൻ ക്യാപ്പബിലിറ്റി ഉണ്ട് എന്ന് കാണിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതും കൂടി സബ്മിറ്റ് ചെയ്താൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ. പിന്നെ ചിലപ്പോൾ ഇൻ്റർവ്യൂ ഉണ്ടാകും. ചില യൂണിവേഴ്സിറ്റികൾ ഇൻ്റർവ്യൂവിന് വിളിക്കാറുണ്ട്. പ്രിൻസ്റ്റൺ, ബ്രൗണൊക്കെ ഇൻ്റർവ്യൂവിന് വിളിക്കാറുണ്ട്. ചില യൂണിവേഴ്സിറ്റികൾ വിളിക്കാറില്ല. ചില യൂണിവേഴ്സിറ്റികൾ ചില പ്രൊഫസർമാർ ഇൻ്റർവ്യൂവിന് വിളിക്കില്ല. കാരണം ദേ ആർ സാറ്റിസ്ഫൈഡ്, ദേ ഡോണ്ട് നീഡ് ആൻ ഇൻ്റർവ്യൂ. ചില സ്ഥലങ്ങളിൽ ചില ആൾക്കാർ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിന് വിളിക്കും. ഇൻ്റർവ്യൂവിന് വിളിച്ചാൽ പിന്നെ അതിനുള്ള സാധ്യത 50-50 ആണ്. അഥവാ മിക്കവാറും ചിലപ്പോൾ അഥവാ അവർ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ തള്ളിപ്പോകാനുള്ള സാധ്യതകൾ അവിടെയുണ്ട്. ഇൻ്റർവ്യൂവിന് വിളിച്ചാൽ കിട്ടണമെന്നില്ല. പക്ഷെ ഇൻ്റർവ്യൂവിന് ഇപ്പോൾ ഞങ്ങളുടെയൊക്കെ കൂട്ടത്തിൽ അപ്പോൾ ഞങ്ങൾ 4-5 ആൾക്കാരുണ്ട്. അപ്പോൾ അതിൽ 1-2 ആൾക്കാർക്ക് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു, ചില ആൾക്കാർക്ക് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു പ്രോസസ്സ്. സോ ഞാൻ പറഞ്ഞു വരുന്നത്, വളരെ സീരിയസ് ആയിട്ടുള്ള ഇസ്ലാമിക് റിസർച്ച്, ഇസ്ലാമിനെ കുറിച്ചുള്ള പഠനങ്ങൾ, അതിൻ്റെ ഹിസ്റ്ററി ആണെങ്കിലും സോഷ്യോളജി ആണെങ്കിലും, സോഷ്യോളജി ഓഫ് ഇസ്ലാം, ആന്ത്രപ്പോളജി ഓഫ് ഇസ്ലാം, ഇപ്പം അങ്ങനെ പല രീതിയിൽ ഇസ്ലാമിനെ കുറിച്ച് ആൾക്കാർ പഠിക്കുന്നുണ്ട്. അപ്പം അതിന് ഒരു പ്രധാന കാരണം എന്ന് വെച്ചാൽ ഒരുപാട് മുസ്ലിങ്ങൾ അമേരിക്കയിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ മുസ്ലിം രാഷ്ട്രങ്ങളുമായിട്ട് അമേരിക്കൻ എന്താ പറയുക
നയതന്ത്ര ബന്ധമുണ്ട്. അപ്പോൾ അതിനെ അഡ്വൈസ് ചെയ്യാൻ ഇത് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. അഥവാ മുസ്ലിം രാഷ്ട്രങ്ങളെ അല്ലെങ്കിൽ ഇസ്ലാമിക രാഷ്ട്രങ്ങളെ, വളരെ കുറച്ചേ ഉള്ളൂ അല്ലേ ഇസ്ലാമിക രാഷ്ട്രം എന്ന് പറയുമ്പോൾ, ഐ ഷുഡ് കോൾ ദം ഇസ്ലാമിക് കൺട്രീസ്, ദാറ്റ്സ് എ ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവ്. സോ മുസ്ലിം രാഷ്ട്രങ്ങളെ എന്ത് ചെയ്യാം മായിട്ട് നയതന്ത്ര ബന്ധം സ്ഥാപിക്കുമ്പോൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അങ്ങനെ ഒരുപാട് ആൾക്കാർ അഡ്വൈസ് ചെയ്യുന്നുണ്ട്. അമേരിക്കൻ ആർമി അല്ലെങ്കിൽ അമേരിക്കൻ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റിയെ അഡ്വൈസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അക്കാഡമിയിൽ. അപ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും, സാമുവൽ ഹണ്ടിങ്ടണൊക്കെ അറിയായിരിക്കും, ബെർണാഡ് ലൂയിസിനൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നിങ്ങൾ ചില ആൾക്കാരൊക്കെ വായിച്ചിട്ടുണ്ടാവും, സിലബസിൽ ഇപ്പോൾ ഉണ്ടെന്ന് തോന്നുന്നു ബെർണാഡ് ലൂയിസൊക്കെ. അപ്പോൾ അവരൊക്കെ ഒരു കാലത്ത് ഇത്തരത്തിൽ അമേരിക്കൻ ആർമിയെ അല്ലെങ്കിൽ അമേരിക്കയുടെ ഡിപ്ലോമാറ്റിക് റിലേഷൻസിനെ അതിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തേണ്ടതെന്ന് അഡ്വൈസ് ചെയ്യുന്ന ആൾക്കാരായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയൊരു ശൃംഖല തന്നെ, വലിയൊരു വെൽ എക്യുപ്ഡ് റിസർച്ച് സ്പേസ് തന്നെ അമേരിക്കയിൽ ഇസ്ലാമിക് സ്റ്റഡീസിനുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിലേക്ക് ഇപ്പോൾ ഇസ്ലാമിക് സ്റ്റഡീസ് എത്ര യൂണിവേഴ്സിറ്റികൾ, എത്ര സെക്കുലർ യൂണിവേഴ്സിറ്റികളിൽ, സെക്കുലർ അക്കാഡമി ഇസ് എ ഡിഫറെൻറ്റ് തിങ്. സെക്കുലർ അക്കാഡമിയിൽ അല്ലെങ്കിൽ സെക്കുലർ യൂണിവേഴ്സിറ്റിയിൽ എത്ര യൂണിവേഴ്സിറ്റി ഇസ്ലാമിക് സ്റ്റഡീസ് ഉണ്ടെന്ന് വെച്ചാൽ വളരെ കുറച്ചുള്ളൂ. എനിക്കൊന്ന് അലിഗഡിലുണ്ടെന്ന് തോന്നുന്നു, ജാമ്യയിലുണ്ടെന്ന് തോന്നുന്നു, മേ ബി മനു, ദാറ്റ്സ് ഇറ്റ്. പക്ഷെ അമേരിക്കയിലെ അവസ്ഥ അതല്ല. ഏരിയ സ്റ്റഡീസിൻ്റെ കീഴിലൊക്കെയാണ് ചിലപ്പോൾ ഇസ്ലാമിക് സ്റ്റഡീസ്. ഇപ്പോൾ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് മിഡിൽ ഈസ്റ്റ് ആൻഡ് ഇസ്ലാമിക് സ്റ്റഡീസിനാണ്, മിഡിൽ ഈസ്റ്റ് ആൻഡ് ഇസ്ലാമിക് സ്റ്റഡീസ്. അപ്പോൾ ടൈറ്റിലിന് പ്രോബ്ലം ഉണ്ട്. ഞങ്ങൾ ഒരുപാട് ആർഗ്യ ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ്. ഒരുപാട് കാലമായി ടൈറ്റിൽ വന്നിട്ട്. അപ്പോൾ കാരണം മിഡിൽ ഈസ്റ്റ്, ഹൂസ് മിഡിൽ ഈസ്റ്റ് എന്നുള്ള ചോദ്യമുണ്ട്. അതുപോലെ തന്നെ ഇസ്ലാം മിഡിൽ ഈസ്റ്റിൽ മാത്രമാണോ, അല്ലെങ്കിൽ എന്തുകൊണ്ട് മിഡിൽ ഈസ്റ്റിനെ മാത്രം സെപ്പറേറ്റ് ആയി വെക്കുന്നു എന്നുള്ള ഡിസ്കഷൻ ഉണ്ട്. അപ്പോൾ അതൊക്കെ അമേരിക്കൻ ഡിപ്ലോമസിയുടെ ഒക്കെ ഭാഗമാണ്. കാരണം ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റൊക്കെ ഹോംലാൻഡ് സെക്യൂരിറ്റി ഒക്കെ എന്താ പറയുക ഫണ്ട് ചെയ്യുന്ന, അമേരിക്കയുടെ പ്രതിരോധ വകുപ്പും ഡിഫൻസ് വകുപ്പൊക്കെ ഫണ്ട് ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റാണ്. ദാറ്റ്സ് എ ഡിഫറെൻറ്റ് തിങ്. ഞാൻ പറഞ്ഞത് പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും അമേരിക്കയിൽ ഇസ്ലാമിക് സ്റ്റഡീസിന് വലിയ സ്കോപ്പ് ഉണ്ട്, തിരിച്ചു വരുന്നവർക്കും സ്കോപ്പ് ഉണ്ട്. ഞാൻ പഠിക്കുന്നത് വെച്ചാൽ ഹിസ്റ്ററി ആൻഡ് ഇസ്ലാമിക് സ്റ്റഡീസ് ആണ്. ഒരേ സമയം 2 ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗമാണ് ഞാൻ. NYUലെ ഹിസ്റ്ററി ഡിപ്പാർട്ട്മെൻറ്റും NYUലെ ഇസ്ലാമിക് സ്റ്റഡീസ് ഡിപ്പാർട്ട്മെൻറ്റും. 2 ഡിപ്പാർട്ട്മെൻറ്റിലും 2-3 ഇന്ത്യക്കാരുള്ളൂ എന്ന് എൻ്റെ അറിവ്. ഒരാൾ ഞാനാണ്, രണ്ടാമത്തെ ആൾ ഒരു ഇന്ത്യൻ അമേരിക്കൻ വംശജയാണ്. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ആൾക്കാർ വരുന്നില്ല, ഇത്തരം ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക് ആൾക്കാർ കിട്ടാൻ കുറച്ച് റിസ്ക്കാണ്. പക്ഷെ നമുക്ക് സ്പേസ് ഉണ്ട്. എൻ്റെ അഡ്വൈസറൊക്കെ ഈ വർഷം മലബാറിൽ നിന്നുള്ള ഒരാളെ എടുക്കുക എന്നുള്ളൊരു മെൻറ്റാലിറ്റിയിലായിരുന്നു. പക്ഷേ ആൾക്കാർ അപ്ലൈ ചെയ്ത ആൾക്കാർ അത്ര ക്വാളിഫൈഡ് അല്ല എന്ന് കണ്ടുകൊണ്ട് അദ്ദേഹം എടുത്തിട്ടില്ല. വേറൊരാൾ അദ്ദേഹം എടുത്തിരുന്നു, പക്ഷേ പിന്നീട് അദ്ദേഹം ഓഫർ വേണ്ടാന്ന് വെച്ചു. സോ അത്തരത്തിലുള്ള അവസരങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് അപ്ലൈ ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഈ പ്രോസസ്സ് ആദ്യം മനസ്സിലാക്കി വെക്കുക. SOP എഴുതുക, എങ്ങനെയാണ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പർപ്പസ് എഴുതുക, അതുപോലെ തന്നെ എങ്ങനെയാണ് ഒരു റിസർച്ച് പ്രപ്പോസൽ ഉണ്ടാക്കുക. റിസർച്ച് പ്രപ്പോസലൊക്കെ ഉണ്ടാക്കാൻ എളുപ്പമാണ്. നമുക്കൊരു ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് നിങ്ങൾ വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ മതി. അത് വലുതായിട്ട് വലിയൊരു ഡീറ്റെയിൽഡ് 10 to 15 പേജ് റിസർച്ച് പ്രപ്പോസലൊന്നും അവർക്ക് ആവശ്യമില്ല. നിങ്ങൾ ആ ഒരു ടോപ്പിക്കിൽ പിന്നെ റിസർച്ച് ചെയ്യുന്ന പോലും അവർക്ക് ഉറപ്പുണ്ടാവില്ല. കാരണം ഞാൻ കൊടുത്തിരുന്നൊരു പ്രപ്പോസൽ ഉണ്ടായിരുന്നു, അവിടെ ജോയിൻ ചെയ്യുമ്പോൾ കൊടുത്തിരുന്ന SOP. അപ്പോൾ ആ SOPയിലല്ല ഞാൻ കംപ്ലീറ്റ്ലി വർക്ക് ചെയ്യുന്നത്. നമ്മൾ കൂടുതൽ വായിക്കുമ്പോൾ എന്ത് ചെയ്യും, അതിൽ മാറ്റങ്ങൾ വരുത്തും. അത്തരത്തിലുള്ള ഒരു പ്രോസസ്സാണത്. ഇറ്റ്സ് എ ഗ്രോയിങ് പ്രോസസ്. നമ്മളിങ്ങനെ വളർന്നുകൊണ്ടിരിക്കും വായിക്കുന്നതനുസരിച്ച്. ഓക്കെ, ഐ തിങ്ക് ഐ ഹാവ് സെഡ് ഇനഫ്. അപ്പോൾ നിങ്ങൾക്ക് ഇനി ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാൻ, ഞാൻ മറുപടി അറിയാം. നമുക്കവിടെ അമേരിക്കയിൽ നമ്മള് ഫിനാൻഷ്യലി കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവും നമുക്ക് അവിടെ പോയി പഠിക്കാൻ. അപ്പൊ നമുക്ക് ഫുള്ളി ഫണ്ടഡ് ആയിട്ടുള്ള സ്കോളർഷിപ്പുകൾക്ക് അങ്ങനെയുള്ള അവസരങ്ങൾ യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടാവും. സ്കോളർഷിപ്പിനുള്ള ഇസ്ലാമിക് സ്റ്റഡീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏതൊക്കെ മേഖലകളാണ് ഉള്ളതെന്ന് അറിയാം. ഞാനത് പറയാൻ വിട്ടതാണ്. അമേരിക്കയിലെ PhD പഠനങ്ങളെല്ലാം ഫുള്ളി ഫണ്ടഡ് സ്കോളർഷിപ്പാണ്. പക്ഷെ നിങ്ങൾ യൂണിവേഴ്സിറ്റികൾ ചൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, സ്റ്റേറ്റ് ഫണ്ടഡ് പബ്ലിക് യൂണിവേഴ്സിറ്റികൾ ചൂസ് ചെയ്യാൻ ശ്രമിക്കാതിരിക്കുക. കാരണം ചില പബ്ലിക് ഓൺഡ് യൂണിവേഴ്സിറ്റികൾക്ക് നല്ല റെക്കഗ്നിഷൻ ഉണ്ട്, പക്ഷേ അത്ര ഫണ്ടഡ് അല്ല. അവരുടെ ഫണ്ട് കുറച്ച് ചെറുതായി. നേരെ മറിച്ച് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ,
നിങ്ങൾ കേൾക്കുന്ന എല്ലാ ഐവി ലീഗ് യൂണിവേഴ്സിറ്റികളും, ഫേമസ് ആയിട്ടുള്ള എല്ലാ യൂണിവേഴ്സിറ്റികളും പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളാണ്, എക്സെപ്റ്റ് ഫോർ UC സിസ്റ്റം. ഹാർവർഡ് ആണെങ്കിലും ഹാർവർഡ് ആണെങ്കിലും പ്രിൻസ്റ്റൺ ആണെങ്കിലും കൊളംബിയ ആണെങ്കിലും NYU ആണെങ്കിലും UPenn ആണെങ്കിലും തുടങ്ങി ഏകദേശം നിങ്ങൾ കേൾക്കുന്ന പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളൊക്കെ, ബ്രൗഡും ഒക്കെ, കൊർണേൽ ആണെങ്കിലും ഒക്കെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയാണ്. പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി നല്ല ഫണ്ടാണ്, സ്റ്റാൻഫോർഡ് ആണെങ്കിൽ. നേരെ മറിച്ച് പബ്ലിക് യൂണിവേഴ്സിറ്റി UT സിസ്റ്റം, യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയാണ്. അതുപോലെ തന്നെ റട്ഗേഴ്സ് യൂണിവേഴ്സിറ്റി ന്യൂജേഴ്സി സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയാണ്. പിന്നെ അതേപോലെ തന്നെ CUNY സിറ്റി യൂണിവേഴ്സിറ്റി ഓഫ് ന്യൂയോർക്ക്. ഇത്തരമുള്ള സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ പബ്ലിക് ഓൺഡ് യൂണിവേഴ്സിറ്റികളുണ്ട്. ആ യൂണിവേഴ്സിറ്റിയിലെ ഫെലോഷിപ്പ് താരതമ്യേന കുറവായിരിക്കും. നല്ലൊരു എമൗണ്ട് തന്നെ ഉണ്ടാകും, പക്ഷേ താരതമ്യേന കുറവായിരിക്കും, കുറച്ച് റിസ്ക് ആയിരിക്കും. പക്ഷേ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിലാണെങ്കിൽ ഞങ്ങളൊക്കെ ചെയ്യുന്ന ഏകദേശം ആൾക്കാരൊക്കെ ചെയ്യുന്ന പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിലാണ്. പ്രൈവറ്റ് ഇത്തരത്തിലുള്ള റിനൗണ്ട് യൂണിവേഴ്സിറ്റികളിൽ PhD ആണെങ്കിൽ വളരെ നല്ലൊരു ഫെലോഷിപ്പ് തന്നെ നിങ്ങൾക്ക് കിട്ടും. യൂഷ്വലി പറയുകയാണെങ്കിൽ ഇറ്റ്സ് അറൌണ്ട് 5 to 6 crore ഇന്ത്യൻ റുപ്പീസിലൊക്കെയാണ് ഇതിൻ്റെ ഒരു ടോട്ടൽ ബഡ്ജറ്റൊക്കെ വരുന്നത് ഫെലോഷിപ്പിൻ്റെ. അപ്പോൾ ഈ ഒരു പ്രോജക്റ്റിൻ്റെ ഒരു ടോട്ടൽ ബഡ്ജറ്റൊക്കെ വരിക അങ്ങനെയാണ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു പ്രോസസ്സാണിത്. അപ്പോൾ അവർ വാല്യൂ ചെയ്യുന്നുണ്ട് ഈ എഡ്യൂക്കേഷനെ. അപ്പോൾ ഇത്തരത്തിൽ പല യൂണിവേഴ്സിറ്റിയിലെ ആൾക്കാരുണ്ട്. ഇപ്പോൾ നിങ്ങൾ ചെയ്യാൻ ഇപ്പോൾ ജനാർദ്ദൻ AC ബ്രൗൺ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ കീഴിൽ ഞാൻ PhDക്ക് അപ്ലൈ ചെയ്യാൻ പ്ലാൻ ചെയ്തിരുന്നു. ആൻഡ് ഹി വാസ് ഓക്കെ വിത്ത് ദാറ്റ്. കാരണം അദ്ദേഹത്തിന് ധാർമ്മികതയെക്കുറിച്ച് അറിയാം. ഇവിടുത്തെ എനിക്കൊന്ന് സലാഹുസ്താനൊക്കെ പരിചയമുണ്ടെന്ന് തോന്നുന്നു. അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ ഹദീസിനുള്ള പുസ്തകം ചെറിയ രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്തെന്ന് എനിക്ക് സംശയമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നേരിട്ട് അറിയാവുന്നതാണ്, ഈ സിസ്റ്റത്തെക്കുറിച്ചൊക്കെ അറിയുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരെ കീഴിൽ വളരെ സുഖമായിട്ട് നിങ്ങൾക്ക് PhD ചെയ്യാം. അതുപോലെ തന്നെ ഇപ്പോൾ സ്കോട്ട് കൂഗിൾ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ കീഴിൽ, അപ്പോൾ അദ്ദേഹത്തിന് മലബാറിനെ കുറിച്ച് അറിയാം, ഇവിടെ വന്ന ആൾക്കാരാണ്. അതേപോലെ തന്നെ സെബാസ്റ്റ്യൻ പ്രാങ്കെ, ബ്രിട്ടീഷ് കൊളംബിയ യൂണിവേഴ്സിറ്റി. അതിൻ്റെ കീഴിൽ ബ്രിട്ടീഷ് കൊളംബിയയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ 4 വർഷമാണ് അടുത്ത PhD. അവിടുത്തെ ആപ്ലിക്കേഷൻ പ്രോസസ്സൊക്കെ വളരെ സിമ്പിളാണ്, വളരെ എളുപ്പമാണ്. 400 വേർഡുള്ള ഒരു ചെറിയൊരു പ്രപ്പോസൽ മാത്രം നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. വെറും 400 വേർഡ്സിലെ പ്രപ്പോസൽ, ഒരു റൈറ്റിംഗ് സാമ്പിൾ, 2 റെക്കമെൻഡേഷൻ ലെറ്റർ, ദാറ്റ്സ് ഇറ്റ്. വളരെ എളുപ്പമാണ്. 4 വർഷമാണ് PhD. സോ ഫസ്റ്റ് വർഷം മാത്രം 1 വർഷത്തെ കോഴ്സ് വർക്ക്, ബാക്കി 3 വർഷം റിസർച്ച്. 4 വർഷത്തിൽ നിങ്ങൾ റിസർച്ച് കംപ്ലീറ്റ് ചെയ്യും. സോ അവിടുത്തെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഏഷ്യൻ സ്റ്റഡീസിലൊക്കെയാണ് സെബാസ്റ്റ്യൻ പ്രാങ്കെ വർക്ക് ചെയ്യുന്നത്. പ്രാങ്കിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, മൺസൂൺ ഇസ്ലാം എന്നുള്ള പുസ്തകം എഴുതിയ ആളാണ്. പിന്നെ മഹ്മൂദിൻ്റെ കീഴിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാം എഡിൻബറയിൽ. അത് യൂറോപ്പിലാണ്. യൂറോപ്പിൽ പൊതുവേ റിസർച്ചിന് ഫണ്ട് ഉണ്ട്, എന്നാലും താരതമ്യേന കുറവാണ്. അമേരിക്കയിൽ കിട്ടുന്ന ഫണ്ടിനേക്കാൾ കുറവാണ്. സോ ഇങ്ങനെ പല യൂണിവേഴ്സിറ്റിയിലും ആൾക്കാരുണ്ട്. നിങ്ങൾക്ക് ആൾക്കാരെ സെലക്ട് ചെയ്യും. വൈൽ ഹല്ലാഖ് ഇസ്ലാമിക് ലീഗൽ തിയറിയിലൊക്കെ താല്പര്യമുള്ള ആൾക്കാർ, കൊളംബിയയിലാണ് വൈൽ ഹല്ലാഖ്, ഞങ്ങൾ തൊട്ടടുത്താണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കീഴിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ അങ്ങനെ പല സ്ഥലങ്ങളിലും ആൾക്കാരുണ്ട്. ഷെർമൻ ജാക്സന്റെ കീഴിൽ അപ്ലൈ ചെയ്യാം. അതേപോലെ തന്നെ ഖാലിദ് അബുൽ ഫദൽ UCLA അപ്ലൈ ചെയ്യാം. അങ്ങനെ സ്കോളേഴ്സ് ഒരുപാടുണ്ട്, തന്നെ ചില്ലറ സ്കോളേഴ്സ്. ഷഹസാദ് ബഷീർ, ബ്രൗണിൽ ടൈം, ഹിസ്റ്ററി, ഇസ്ലാം എന്നൊക്കെ പറഞ്ഞിട്ട് റിസർച്ച് ചെയ്യുന്ന ആൾക്കാർ. അപ്പോൾ അവരുടെ കീഴിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ അവിടെയൊക്കെ നല്ല ഫണ്ട് ഉണ്ട്. ഇപ്പോൾ സ്റ്റാൻഫോർഡിൽ അനീസൊക്കെ വർക്ക് ചെയ്യുന്ന അനാബിക്കലോ, അപ്പോൾ അവർ ഇസ്ലാം, മെറ്റീരിയാലിറ്റി, റിലീജിയൻ, ഡിവോഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഷ്രൈൻ കൾച്ചർ, അതിലൊക്കെയാണ് വർക്ക്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഉറൂസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് അവരുടെ കീഴിൽ വർക്ക് ചെയ്യാം. അവർ എനിക്കൊന്ന് മലബാറിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു മോസ്ക് പ്രോജക്റ്റ് ഉണ്ട്, സാറാ മുണ്ടീനയുടെ, പ്രൊഫസർ മുണ്ടീനി. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരുടെ കീഴിൽ ആർക്കിടെക്ചർ, മോസ്ക്, ഷ്രൈൻ ബേസ്ഡ് സംഭവങ്ങൾ, അപ്പോൾ അതിലൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ആൾക്കാർക്ക് വർക്ക് ചെയ്യാൻ പറ്റും. സോ നിങ്ങൾക്ക് അതിലൊക്കെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ, ഒരു റിസർച്ച് പ്രപ്പോസലായിട്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐഡിയ എന്നുള്ളത് വളരെ ചെറിയൊരു ഐഡിയ ആയിരിക്കും, അത് നമ്മളിങ്ങനെ ഡെവലപ്പ് ചെയ്യാനാണ്. അപ്പോൾ അത്തരത്തിലൊരു ഐഡിയ ഉണ്ടെങ്കിൽ യു ക്യാൻ ഗോ എനിവേർ. ഇപ്പോൾ UPenനിൽ എനിക്ക് തോന്നുന്നു ദാവൂദ് അലി ഉണ്ട്. അപ്പോൾ അതേപോലെ തന്നെ അവിടെ ജമാൽ എലിയാസ് ഉണ്ട്. ജമാൽ എലിയാസ് സൗത്ത് ഏഷ്യൻ പോയട്രി, ഡിവോഷൻ, സൂഫിസം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവങ്ങൾ ചെയ്യാം. അപ്പോൾ സൂഫിസത്തിലൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർക്ക്, അപ്പോൾ അത്തരം സൂഫി പോയട്രികളിൽ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർക്കൊക്കെ അവരുടെ കീഴിൽ PhD ചെയ്യാവുന്ന അവസരങ്ങളുണ്ട്. PhDക്ക് പുറമെ ഒട്ടുമുക്കാൽ യൂണിവേഴ്സിറ്റികളും MA എന്ത് ചെയ്യുന്നുണ്ട്, ഓഫർ ചെയ്തത്. പക്ഷെ അതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് MAക്ക് എന്തില്ല, ഫെലോഷിപ്പില്ല. മേ ബി യുവർ ട്യൂഷൻ ഫീസ് ആർ വേവ്ഡ്. ട്യൂഷൻ ഫീ അവർ വേവ് ചെയ്തിരിക്കും, പക്ഷെ നിങ്ങൾക്ക് അവിടെ ജീവിക്കാനുള്ള എക്സ്പെൻസ് ചില്ലറല്ല, നല്ല എക്സ്പെൻസാണ്. അമേരിക്കയിൽ ജീവിക്കാന്ന് പറയുമ്പോൾ ചെറിയ എക്സ്പെൻസ് അല്ലല്ലോ, നല്ല എക്സ്പെൻസ് അല്ല. അപ്പോൾ ആ എക്സ്പെൻസ് നമ്മൾ എപ്പോഴും കാണേണ്ടി വരും. പിന്നെ അപ്പോൾ അതൊരു പ്രശ്നമാണ്. അത് MAക്ക് അമേരിക്കയിൽ പോവുക എന്നുള്ളത്. അപ്പോൾ അതിന് പകരം നാട്ടിൽ നല്ലൊരു യൂണിവേഴ്സിറ്റിയിൽ എന്ത് ചെയ്യുക, അല്ലെങ്കിൽ IITകളിലോ
അതുപോലെ ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇപ്പോൾ IIT ഡൽഹിക്ക് ഒരു പ്രോഗ്രാം ഉണ്ട്, മാസ്റ്റേഴ്സ് ഇൻ ഹിസ്റ്ററി കൾച്ചർ ആൻഡ് തോട്ട് ഓർ സംതിങ് ലൈക്ക് ദാറ്റ്. അതേപോലെ തന്നെ സൊസൈറ്റി ആൻഡ് കൾച്ചർ, IIT ഗാന്ധിനഗറിൽ MA ഇൻ സൊസൈറ്റി ആൻഡ് കൾച്ചർ. അപ്പോൾ അതൊക്കെ നല്ല ഓപ്ഷനാണ്. അതുപോലെ തന്നെ ഐസർ ഭോപ്പാൽ, റെനി തോമസ് ഒക്കെ ഉള്ള ഞങ്ങളുടെ ഫ്രണ്ടാണ് റെനി തോമസ്. അപ്പോൾ അദ്ദേഹമൊക്കെ ഓഫർ ചെയ്യുന്ന കോഴ്സ് ഉണ്ട്, പുതിയ കോഴ്സാണെന്ന് തോന്നുന്നു. അവിടെയൊക്കെ ജോയിൻ ചെയ്ത ആൾക്കാരുണ്ട് ഇപ്പോൾ, പുതിയ ബാച്ചിൽ നിന്നൊക്കെ പാസ് ഔട്ട് ആയ ഉദ്യോഗങ്ങൾ. അപ്പോൾ അവിടെയൊക്കെ പോയി എന്ത് ചെയ്യാം, മാസ്റ്റേഴ്സ് ചെയ്യാം, ആവശ്യമായിട്ടുള്ള സ്കില്ലുകൾ എന്ത് ചെയ്യാം നിങ്ങൾ അച്ചീവ് ചെയ്യുക. പിന്നെ അവിടുന്ന് റെക്കമെൻഡേഷൻ ലെറ്റേഴ്സ് മേടിക്കുക, നേരിട്ട് എന്ത് ചെയ്യാം അമേരിക്കൻ യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ അപ്ലൈ ചെയ്യുമ്പോൾ ഇത്രയും വ്യത്യസ്ത സ്കോളേഴ്സ് ഉണ്ട്, വ്യത്യസ്ത ഫീൽഡിൽ വർക്ക് ചെയ്യുന്നത്, കൾച്ചറൽ ഹിസ്റ്ററി ആണെങ്കിലും ലീഗൽ ഹിസ്റ്ററി ആണെങ്കിലും ഒക്കെ വർക്ക് ചെയ്യുന്ന ഒരുപാട് സ്കോളേഴ്സ്. നിങ്ങൾ ചെയ്യേണ്ട ഒരു എളുപ്പ വഴി എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് വളരെ താല്പര്യമുള്ള ഒരു ഫീൽഡിൽ നിങ്ങൾ ഒരു പുസ്തകം വായിക്കണം. ഫോർ എക്സാമ്പിൾ മഹ്മൂദ് കൂരിൻ്റെ ഇസ്ലാമിക് ലോ ഇൻ സർക്കുലേഷൻ വായിക്കണം. നിങ്ങളതിൻ്റെ അക്നോളജ്മെൻറ്റ്സ് പേജ് എടുക്കുക. അപ്പോൾ ആ പേജിൽ ഏകദേശം ആ ഫീൽഡ് വർക്ക് ചെയ്യുന്ന ഒരു 60% ആൾക്കാരുടെയും പേര് അതിലുണ്ടാവും. കാരണം അദ്ദേഹം അവരായിട്ട് പല സ്റ്റേജിലും, ഈ റിസർച്ചിൻ്റെ സ്റ്റേജിൽ സംസാരിച്ചിട്ടുണ്ടാവും, കൺവേഴ്സേഷൻ നടത്തിയിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു സംസാരങ്ങളുടെയൊക്കെ ഒരു കോർട്ടസി അല്ലെങ്കിൽ അക്നോളജ്മെൻറ്റ് അദ്ദേഹം ആ പേജിൽ നടത്തും. അപ്പോൾ ആ പേജിൽ നിങ്ങൾ ആൾക്കാരുടെ പേര് ചെറിയ പിക്ക് ചെയ്ത് ഗൂഗിൾ സെർച്ച് ചെയ്താൽ യു ക്യാൻ സീ ഹു ഈസ് വർക്കിംഗ് ഓൺ വാട്ട്. വളരെ എളുപ്പമുള്ള പ്രോസസ്സാണത്. അത്രയും എളുപ്പമുള്ള മറ്റൊരു പ്രോസസ്സ് ഉണ്ടാവില്ല. കാരണം അക്നോളജ്മെൻറ്റ് ഏകദേശം ഒരുപാട് ആൾക്കാരുടെ പേരുണ്ടാവും. അപ്പോൾ ആൾക്കാരുടെയൊക്കെ പേര് എടുക്കുക, ഗൂഗിൾ സെർച്ച് ചെയ്യുക, അവരുടെ വർക്കുകൾ നോക്കുക, അവർ ഏത് ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത് നോക്കുക, അവരെ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ അവരുടെ വർക്കും നിങ്ങളുടെ വർക്കും നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വർക്കും അലൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് കോൺടാക്ട് ദം, ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ അത്രയും ഈസിയാണ് ഈ പ്രോസസ്സ് നിങ്ങൾ വിചാരിച്ചാൽ. ഓക്കെ, പിന്നെ ഇതിനൊക്കെ കുറെ ഈ റിസർച്ച് പ്രപ്പോസൽ അയക്കാനൊക്കെ ഫണ്ട് അങ്ങോട്ട് കൊടുക്കേണ്ടിരുന്ന കാര്യം കേട്ടിക്കണ്. അതിനെ കുറിച്ചിട്ട് റിസർച്ച് പ്രപ്പോസൽ അയക്കാൻ ഫണ്ടല്ല, അപ്ലിക്കേഷന് ഫീ ഉണ്ട്. അഥവാ നിങ്ങൾ അമേരിക്കയിലെ ഒരു യൂണിവേഴ്സിറ്റിയിൽ PhDക്ക് അപ്ലൈ ആണെങ്കിൽ $80 to $100 ഇന്ത്യൻ, ഏകദേശം 7,000 മുതൽ 9,000 രൂപ വരെ നിങ്ങൾ എന്ത് ചെയ്യണം. ചിലർക്ക് $150 ഒക്കെ ഉണ്ട്, $120 ഉണ്ട്. NYUൻ്റെ ഒക്കെ $120 ആയിരുന്നു, $120, ഏകദേശം അറൗണ്ട് 10,000 അടുത്ത് വരും. $10,000 ഏകദേശം ഒരു അപ്ലിക്കേഷന് വേണ്ടി ചിലവാക്കേണ്ടി വരും. ചില യൂണിവേഴ്സിറ്റിയിൽ അവർ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന് അപ്ലിക്കേഷൻ ഫീ വെയ്വ് ചെയ്ത് തരും. അതിന് സെപ്പറേറ്റ് അപ്ലൈ ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ അത്തരം കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാർ ശ്രദ്ധിക്കുന്നത് കുറച്ച് നേരത്തെ അപ്ലൈ ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ കേസിലുണ്ടായത് വളരെ ലേറ്റ് ആയിട്ടാണ് ഞാൻ അപ്ലൈ തന്നെ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വെയ്വറിനൊന്നും അപേക്ഷിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഫണ്ട് ആ ഫീ ഞാൻ അടച്ചു. അപ്പോൾ കുറച്ചുകൂടി നേരത്തെ, ഫോർ എക്സാമ്പിൾ യൂഷ്വലി സെപ്റ്റംബർ 1 സ്റ്റാർട്ട്, അല്ലെങ്കിൽ ഓഗസ്റ്റ് 1 ലാസ്റ്റ് വീക്കിലൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഡിസംബർ 1 അല്ലെങ്കിൽ ജനുവരി 1 ഈ ഒരു ആപ്ലിക്കേഷൻ സൈക്കിൾ ക്ലോസ് ചെയ്യും. അപ്പോൾ ആ ഒരു സമയത്ത് പ്രോസസ്സ് ക്ലോസ് ചെയ്യും. അപ്പോൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ചുകൂടി നേരത്തെ ഒരു നവംബറിൽ അല്ലെങ്കിൽ ഒക്ടോബർ ലാസ്റ്റിലൊക്കെ അപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ നവംബർ 1 അല്ലെങ്കിൽ 2 അപ്ലൈ ചെയ്യുക. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ വൈവറിന് അപ്ലൈ ചെയ്യുക, അപ്ലിക്കേഷൻ ഫീ വെയ്വ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അത് അപ്ലൈ ചെയ്യുക. അല്ലെങ്കിൽ അവരെ യൂണിവേഴ്സിറ്റിയിൽ ഗ്രാജുവേറ്റ് സ്റ്റുഡൻസ് എൻറോൾമെൻറ്റ് സർവീസ് ഉണ്ടാവും, ഗ്രാജുവേറ്റ് എൻറോൾമെൻറ്റ് സർവീസ്. അപ്പോൾ അവയ്ക്ക് മെയിൽ ചെയ്യുക, ഇങ്ങനെ സാമ്പത്തിക പ്രയാസങ്ങളുണ്ട്, ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഫീ അടക്കാൻ പറ്റില്ല, അപ്പോൾ അതിൻ്റെ ഒരു പ്രയാസമുണ്ട്, ഞാൻ ഇന്ന് പ്രോഗ്രാമിനൊക്കെ അപ്ലൈ ചെയ്തു. അപ്പോൾ അതിന് ഓരോ യൂണിവേഴ്സിറ്റിക്കും ഓരോ പ്രൊസീജിയർ. അപ്പോൾ അവർക്ക് മെയിൽ ചെയ്യുക. അപ്പോൾ അവരത് അപ്രൂവ് ചെയ്യുകയാണെങ്കിൽ യു ഡോണ്ട് ഹാവ് ടു പേ എനിത്തിങ്, അതർവൈസ് യു ഹാവ് ടു പേ സംതിങ്. സോ യൂഷ്വലി $100 ഒക്കെയാണ് അതിൻ്റെ ഒരു മിനിമം വരുന്നത്. ചില യൂണിവേഴ്സിറ്റിക്ക് വളരെ, ഇപ്പോൾ എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു UC ബെർക്ക്ലിയിൽ. അപ്പോൾ അവൻ പറഞ്ഞ വെച്ചാൽ ഏകദേശം $150 അറൗണ്ട്. അതാണ് എൻ്റെ ഒരു നോർമൽ റൈറ്റ്. പിന്നെ നമ്മുടെ ഡിഗ്രി ഒക്കെ വെച്ചിട്ട്, നമ്മളിവിടെ പഠിക്കുന്ന ഡിഗ്രി ഒക്കെ വെച്ചിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടോ? അവിടേക്ക് വരുമ്പോ എന്തേലും അഥവാ നമ്മുടെ നാട്ടിലെ ഡിഗ്രി വെച്ചിട്ടോ? നമ്മുടെ നാട്ടിലെ ഡിഗ്രി വെച്ചിട്ട് ഒരു പ്രശ്നം വരുന്നില്ല. കാരണം 10th ഉം +2 ഇല്ലാത്ത ആൾക്കാരാണ് ഇപ്പോൾ അമേരിക്കയിൽ PhD ചെയ്യുന്നത്.
ഞങ്ങളെ പോലത്തെ റെഗുലറായിട്ട് എനിക്കൊക്കെ ഉണ്ട്, പക്ഷേ അതൊന്നും ക്ലിയർ അല്ല. ഒരു 10+2+3 ആ ഒരു പാറ്റേണിലൊന്നുമല്ല ഞങ്ങൾ +2 ഡിഗ്രി വർക്ക് ചെയ്യുന്നത്. സ്റ്റിൽ ദേ ഡോണ്ട് കെയർ അബൌട്ട് ഇറ്റ്. NYU ദാറുലുദൻ്റെ അപ്ലിക്കേഷൻ എന്താ പറയുക പോർട്ടലിൽ അവർ യൂണിവേഴ്സിൻ്റെ നെയിമിൽ ദാറുൽ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി ഉണ്ട്. അപ്പോൾ ദാറുലുദൻ്റെ സർട്ടിഫിക്കറ്റ് അവിടെ വാലിഡ് ആണ് നടത്തും. അത് ദാറുലുദയിലാണ് ഡിഗ്രി ചെയ്യുന്നത് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യാൻ പറ്റും. അപ്പം അത്രയും സിമ്പിളാണ് ഈ പ്രോസസ്സ്. അപ്പോൾ അവർക്ക് എന്തല്ല, അതൊരു വലിയൊരു പ്രശ്നമല്ല. അപ്പോൾ നിങ്ങളുടെ ഓപ്പൺ യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റോ ഒന്നും ഒരു പ്രശ്നം തന്നെയല്ല. കാരണം അതൊക്കെ വെച്ചിട്ടാണ് ഈ ആൾക്കാരൊക്കെ എന്ത് ചെയ്തിട്ടുള്ളത്, അമേരിക്കയിൽ എത്തിയിട്ടുള്ളത്. അതേപോലെ തന്നെ സ്കോർ, ചില ആൾക്കാരൊക്കെ പറയും 8.5 ഒക്കെ CGPA ഒക്കെ വേണം. അപ്പോൾ ഒന്നും ആവശ്യമില്ല. ഒരു 7 6.8 മുകളിലോ ഒരു റെഗുലർ CGPA ഉണ്ടായാൽ മതി. അഥവാ പറ്റ മോശമല്ല. അപ്പം അതിൻ്റെ പുറമെ നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ഉണ്ടാവുക എന്നുള്ളതാണ്. നിങ്ങളുടെ റെക്കമെൻഡേഷൻ ലെറ്റർ നല്ല സ്ട്രോങ് ആയിട്ടുള്ള റെക്കമെൻഡേഷൻ ലെറ്റർ ഉണ്ടാവുക. നിങ്ങളുടെ പ്രപ്പോസൽ വളരെ കൃത്യമായിരിക്കും, പ്രിസൈസ് ആയിട്ടുള്ള ഒരു പ്രപ്പോസൽ ഉണ്ടാക്കുക. നിങ്ങളുടെ പ്രപ്പോസലിലും നിങ്ങളുടെ റൈറ്റിംഗ് സാമ്പിളിലാണ് നിങ്ങളുടെ എല്ലാ കാമ്പും ഇരിക്കുന്നത്. അപ്പോൾ എനിക്കൊന്നും എന്തല്ല, ജേനിൽ പൊതുവെ നല്ല ആർക്കും 8 മുകളിലൊന്നും CGPA കിട്ടില്ല. വളരെ റയർ കേസുകളിൽ ഞങ്ങൾ ഹിസ്റ്ററി ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ ആൾക്കാർക്ക് 8 മുകളിൽ CGPA ഒക്കെ പോകാറുള്ളൂ. അപ്പോൾ വളരെ റയറസ്റ്റ് കേസുകൾ. കാരണം A+ അല്ലെങ്കിൽ A+ എന്നുള്ളൊരു പരിപാടി അവർ ആർക്കും കൊടുക്കാറില്ല. എ മുതൽ താഴോട്ടാണ് സ്റ്റാർട്ട് ചെയ്യുക, A-. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഇതിലായിരിക്കും എന്ത് ചെയ്യില്ല, സ്കോർ ഉണ്ടാവില്ല. പക്ഷെ നിങ്ങളുടെ പ്രപ്പോസൽ നല്ലൊരു പ്രപ്പോസൽ ആണെങ്കിൽ, അതേപോലെ തന്നെ നിങ്ങളെ റൈറ്റിംഗ് സാമ്പിൾ നല്ലൊരു റൈറ്റിംഗ് സാമ്പിൾ ആണെങ്കിൽ, ദാറ്റ്സ് ഇറ്റ്. Anything else? നമുക്ക് പഠിക്കണ സമയത്ത് ഇങ്കായിട്ട് എന്തെങ്കിലും ജനറേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ എന്തെങ്കിലും ഉണ്ടോ? ഇപ്പൊ സാലറി ആയിട്ട് കാര്യങ്ങൾ എന്തെങ്കിലും ഗവൺമെന്റ് ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിലുള്ള ജോബ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ടോ? ഓക്കെ. അമേരിക്കയിൽ PhD എന്ന് പറഞ്ഞാൽ PhD ഫെലോഷിപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ മാസം സ്റ്റൈപ്പൻഡ് കിട്ടും. ഇത്ര എമൗണ്ട് സ്റ്റൈപ്പൻഡ് കിട്ടും. അപ്പോൾ അതിന് പുറമെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവിടെ യൂണിവേഴ്സിറ്റിയിൽ വേണമെങ്കിൽ പഠിപ്പിക്കാം. അഥവാ ചില യൂണിവേഴ്സിറ്റിയിൽ അത് നിർബന്ധമാണ്. അഥവാ യൂണിവേഴ്സിറ്റി ഗ്രാജുവേറ്റ് സ്റ്റുഡൻസ് അണ്ടർ ഗ്രാഡ് സ്റ്റുഡൻസിനെ പഠിപ്പിക്കണം. സോ ആഴ്ചയിൽ 1-2 ക്ലാസ്സുകൾ നിങ്ങൾ ക്ലാസ് എടുക്കണം. സോ അതൊരു ഓപ്ഷനാണ്. ചില യൂണിവേഴ്സിറ്റി അതിന് പേ ചെയ്യും. ഇപ്പോൾ NYU ഒക്കെ അതിന് പേ ചെയ്യുന്നുണ്ട്. അറൗണ്ട് ഒരു സബ്സിഡിയിൽ $10,000 ഒക്കെ കൊടുക്കുന്നുണ്ട്, നാട്ടിൽ 8 lakhs. അപ്പോൾ അങ്ങനെ ഒരു 2 സെമസ്റ്ററിലൊക്കെ വളരെ സിമ്പിളായിട്ട് ആഴ്ചയിൽ 2 ക്ലാസ് എടുക്കുകയാണെങ്കിൽ യു ക്യാൻ ഏൺ അറൗണ്ട് 60 lakhs. ദാറ്റ്സ് ഇറ്റ്. സോ അത്തരത്തിൽ യൂണിവേഴ്സിറ്റിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാം, ലൈബ്രറിയിൽ വർക്ക് ചെയ്യാം, റിസർച്ച് അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യാം ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക്, അല്ലാതെ ചെയ്യണമെന്നൊന്നുമില്ല. അപ്പോൾ അങ്ങനൊരു പാസീവ് അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ ഇൻകം ജനറേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഒരു നല്ലൊരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാവും. അത് നിങ്ങൾക്ക് അവിടെ സുഖമായിട്ട് ജീവിക്കാനുള്ള സ്റ്റേറ്റ്മെൻറ്റ് തന്നെ വേണമെങ്കിൽ കുറച്ച് സേവ് ചെയ്യാനുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഓൾറെഡി നിങ്ങളുടെ ഫെലോഷിപ്പിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പം അതിന് പുറമെ ഇത്തരത്തിൽ ടീച്ച് ചെയ്യാം. ഗ്രാജുവേറ്റ് സ്റ്റുഡൻസ് ടീച്ചിങ് ഉണ്ട്, മറ്റു വർക്ക് ചെയ്യാം, അസിസ്റ്റൻസ് ആവാം, ഓഫീസ് അസിസ്റ്റൻസ് ആവാം. അപ്പം അങ്ങനെ പല രീതിയിൽ അതിൻ്റെ പുറത്ത് യൂണിവേഴ്സിറ്റിയുടെ പുറത്ത് വർക്ക് ചെയ്യാൻ പറ്റില്ല. അമേരിക്കൻ സിറ്റിസൺസ് അല്ലാത്ത ആൾക്കാർക്ക് യൂണിവേഴ്സിറ്റിയുടെ പുറത്ത് വർക്ക് ചെയ്യാൻ പ്രയാസമാണ്. പിന്നെ ഇല്ലീഗലായിട്ട് വർക്ക് ചെയ്യണം. പക്ഷെ നിലവിൽ
വളരെ റിസ്ക്കിയാണ് അത്തരം കാര്യങ്ങൾ, കാരണം റിപ്പോർട്ട് ചെയ്യാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ ആൾക്കാർ അങ്ങനെ ചെയ്യാറില്ല. പൊതുവെ യൂണിവേഴ്സിറ്റിയുടെ ഉള്ളിൽ തന്നെയാണ് ഇത്തരത്തിലുള്ള വർക്ക് ചെയ്യുക. പൊതുവെ ഇത്തരത്തിലുള്ള യൂണിവേഴ്സിറ്റിയൊക്കെ വലിയ യൂണിവേഴ്സിറ്റികളായിരിക്കും. അപ്പോൾ അവർക്ക് ഒരുപാട് ഇത്തരം അവസരങ്ങൾ കൊടുക്കാൻ പറ്റും സ്റ്റുഡൻസിന്. സോ ദാറ്റ് സിമ്പിൾ. ആൾക്കാർക്ക് വിചാരിക്കുകയാണെങ്കിൽ ഒരു സെക്കൻഡറി ഇൻകം വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ നമ്മളിങ്ങനെ അപേക്ഷിക്കുമ്പോൾ ഉസ്താദ് ഫെലോഷിപ്പിന് അപേക്ഷിച്ചപ്പോൾ നമുക്ക് നമ്മൾ ദാറുൽ ലെവലിലുള്ള ഡിഗ്രിയും PG ഉണ്ടാവും, അതുപോലെ നമ്മൾ പുറത്തുനിന്നും ചെയ്യുന്നതും ഉണ്ടാവും. അപ്പൊ ഇതിൽ ഏത് മാനദണ്ഡമാക്കിയിട്ടാണ് നമ്മൾ അപേക്ഷിക്കുക? അതുപോലെ ഇപ്പൊ നമ്മൾ ദാറുൽ സിസ്റ്റത്തിൽ നമ്മൾ PGയിലും ഡിഗ്രിയിലൊക്കെ തീസിസ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ നമുക്ക് കൂടുതൽ നല്ല രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ അത് നമുക്ക് അവിടെ അയക്കുമ്പോൾ ഉപകാരപ്പെടുമോ? കോഴ്സ് നമ്മൾ എല്ലാ സർട്ടിഫിക്കറ്റും ഇപ്പം ഞാൻ അപ്ലൈ ചെയ്യുമ്പോൾ എൻ്റെ കാലിക്കറ്റിൻ്റെ സർട്ടിഫിക്കറ്റ് വെച്ചിരുന്നു, JNUയുടെ സർട്ടിഫിക്കറ്റ് വെച്ചിരുന്നു, ദാറുൽഹുദയുടെ ഡിഗ്രി PG 2 സർട്ടിഫിക്കറ്റ് വെച്ചിരുന്നു. അപ്പോൾ അതുകൊണ്ടുള്ള ഉപകാരം എന്ന് വെച്ചാൽ അവർക്ക് മനസ്സിലാവും നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ 2 ഡിപ്പാർട്ട്മെൻറ്റിലാണ് ജോയിൻ ചെയ്തത്, ഹിസ്റ്ററി ആൻഡ് ഇസ്ലാമിക് സ്റ്റഡീസ്. ഹിസ്റ്ററി ഡിപ്പാർട്ട്മെൻറ്റിന് എൻ്റെ JNUയിലെ സർട്ടിഫിക്കറ്റാണ് ചെക്ക് ചെയ്യുക. കാരണം അവിടെയാണ് ഞാൻ എന്ത് ചെയ്തത്, റെഗുലറായിട്ട് ഹിസ്റ്ററി പഠിച്ചിട്ടുള്ളത്. പക്ഷേ ഇസ്ലാമിക് സ്റ്റഡീസ് ഡിപ്പാർട്ട്മെൻറ്റ് റിവ്യൂ ചെയ്യുക ദാറുൽഹുദയുടെ സർട്ടിഫിക്കറ്റ് ആയിരിക്കും. അതുകൊണ്ട് ഞാൻ പറഞ്ഞ NYUവിൻ്റെ ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയുടെ അപ്ലിക്കേഷൻ പോർട്ടലിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള യൂണിവേഴ്സിറ്റികളൊന്നാണ് ദാറുൽ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി. സോ ആ സർട്ടിഫിക്കറ്റ് അവിടെ വാലിഡ് ആണ്. അപ്പോൾ ആ സർട്ടിഫിക്കറ്റും അവരുടെ റിസർച്ച് നമ്മൾ ചെയ്തിട്ടുള്ള ദാറുൽ ചെയ്തിട്ടുള്ള തീസിസുകൾ അല്ലെങ്കിൽ ഡിസർട്ടേഷൻ, മറ്റു പ്രോജക്റ്റുകൾ ഒക്കെ ഹെൽപ്ഫുൾ ആണ്. അപ്ലിക്കേഷൻ നമുക്ക് അതൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഇൻഡിക്കേറ്റ് ചെയ്യാൻ പറ്റും ഇന്ന സംഭവങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ അഡ്വൈസർ, ഇപ്പോൾ എനിക്ക് ഒരു റെക്കമെൻഡേഷൻ ലെറ്റർ എഴുതിയിട്ടുള്ളത് ദാറുൽഹുദയിലെ നിലവിലെ രജിസ്ട്രാർ, എൻ്റെ സൂപ്പർവൈസർ ആയിരുന്നു PG തീസിസിൻ്റെ റഫീഖുൽ ഉസ്താദ്. പുസ്തക കാര്യങ്ങളൊക്കെ അതിൽ മെൻഷൻ ചെയ്യും. അപ്പോൾ അത് നമുക്കൊരു പ്ലസ് പോയിന്റ് ആണ്. അപ്പോൾ അത്തരത്തിൽ 2 യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ദാറുൽഹുദയിൽ നിന്ന് പുറത്തുനിന്നുള്ള ഡിഗ്രികൾ സർട്ടിഫിക്കറ്റുകൾ ഞാൻ വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒട്ടുമുക്കാൽ ആൾക്കാർ അത് ചെയ്യാറുണ്ട്. അത് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. Anything else? പിന്നെ ഉസ്താദ് ഇപ്പോൾ ഇതിന്റെ ഇടയിൽ AC ബ്രോന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അവിടെ ഓല കീഴിൽ വേണമെങ്കിൽ നമുക്ക് ഡിഗ്രിക്ക് അപേക്ഷിക്കാന്നൊക്കെ പറഞ്ഞു. അപ്പൊ നമ്മൾ പ്രത്യേകിച്ച് ഇപ്പോൾ ഹദീസ് ഡിപ്പാർട്ട്മെന്റിലാണ് ഉള്ളത്. ഇനി PG പോകുമ്പോഴും കൂടുതൽ ആളുകളും ആ ഡിപ്പാർട്ട്മെന്റിലേക്ക് തന്നെയാണ് സെലക്ട് ചെയ്യാൻ സാധ്യത. നമുക്ക് ഈ ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ നമ്മൾ ഒരുപാട് വായനകൾ നടത്തുന്നവർ എഴുതുന്നവരൊക്കെ ഉണ്ട്. അപ്പൊ അത് ഉപയോഗപ്പെടുത്തിയിട്ട് നമുക്ക് നമ്മുടെ ഹയർ സ്റ്റഡീസിനെ എങ്ങനെ ഉപയോഗപ്പെടുത്താം, അല്ലെങ്കിൽ അതിനായി കൂടുതൽ എന്തെങ്കിലും സജസ്റ്റ് ചെയ്യാനുണ്ടോ ഈ ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ നമ്മൾ കൂടുതലായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? അപ്പോൾ ദാറുൽഹുദയുടെ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഡിഗ്രി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുമ്പോഴും ഇതൊക്കെ ഒരു കോർഡിനേറ്റഡ് ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കുമല്ലോ. ദാറുൽഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ ഹദീസ് ഡിപ്പാർട്ട്മെന്റ്. അപ്പോൾ അതിൻ്റെ കോർഡിനേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് UG ഡിപ്പാർട്ട്മെന്റുകൾ ഇപ്പോൾ ഓട്ടോമേലയിലുണ്ട്, എനിക്ക് തോന്നുന്നു ദാറുൽ കണ്ണാടിപ്പറമ്പിലുണ്ട്, പിന്നെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ വേറെ 1-2 സ്ഥാപനങ്ങൾ ഹദീസ് ഡിപ്പാർട്ട്മെന്റ് ചാമക്കാലയിലുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജോയിൻ ചെയ്തിട്ട് ഇത്തരം യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായിട്ട് ടൈപ്പ് ചെയ്തിട്ട് ഒരു പ്രോജക്റ്റുകൾ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഫോർ എക്സാമ്പിൾ ഹദീസിൻ്റെ പഠനങ്ങൾ വളരെ കുറവാണെന്ന് ആൾക്കാർ പറഞ്ഞു. പക്ഷെ എനിക്കൊന്ന് ഈ അടുത്താരോ ഇത് ചെയ്തിട്ടുണ്ട്, ഹദീസ് പഠനത്തെ കുറിച്ച് റിസർച്ച് നടത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ആ ഒരു പാരമ്പര്യം ഇസ്നാദൊക്കെ ബേസ് ചെയ്തിട്ടുണ്ട്, ഒരു പാരമ്പര്യം ഉണ്ടെങ്കിൽ അത് ഒരു പ്രപ്പോസൽ ഉണ്ടാക്കി ഇപ്പോൾ ഇങ്ങനെയുള്ള ഒരാളെ മുൻനിർത്തി ഒരു റിസർച്ച് പ്ലാനൊക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കാം. അപ്പോൾ അത് ഉണ്ടാക്കുന്നത് വഴി എന്താണ്, ആ പ്രൊഫസറും ആ യൂണിവേഴ്സിറ്റി ആയിട്ട് അല്ലെങ്കിൽ ആ ഡിപ്പാർട്ട്മെൻറ്റായിട്ട് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് ടൈപ്പ് ആവും. അപ്പോൾ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ സ്റ്റുഡൻസിന് വളരെ ഈസി ആയിട്ട് അവിടെ അഡ്മിഷൻ എന്ത് ചെയ്യാൻ പറ്റും, ക്രാക്ക് ചെയ്യാൻ പറ്റും. പത്രത്തിൽ പല രീതിയിൽ നിങ്ങൾക്ക് ആലോചിക്കാൻ പറ്റും. ആൾക്കാർ നിങ്ങൾ ഇസാം ഈദോ വളരെ നല്ലൊരു ഉദാഹരണമാണ്. ഇത്തരം ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് പോയ ഒരാളാണ് ഇസാം ഈദോ. അപ്പോൾ അദ്ദേഹം വാണ്ടൽബെൽറ്റ് യൂണിവേഴ്സിറ്റിയിലാണ്. 2011 സിറിയൻ വിപ്ലവം നടക്കുന്ന സമയത്ത് അദ്ദേഹം സിറിയയിലായിരുന്നു. വളരെ ക്ലാസിക്കൽ ടെക്സ്റ്റുകളിൽ വലിയ നോളജുള്ള, ഹദീസിനെ കുറിച്ചൊക്കെ വലിയ പാണ്ഡിത്യമുള്ള ഒരു ഈസ്റ്റേൺ സ്കോളർ ആയിരുന്നു. അദ്ദേഹം ഇപ്പോൾ വാണ്ടൽബെൽറ്റ് യൂണിവേഴ്സിറ്റി പഠിപ്പിക്കാം. അപ്പോൾ അദ്ദേഹത്തെ പോലുള്ള ആൾക്കാരെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, അപ്രോച്ച് ചെയ്യാം, അവരെ നമ്മുടെ യൂണിവേഴ്സിറ്റിയൊക്കെ പരിചയം. അപ്പോൾ അദ്ദേഹം വളരെ രസകരമായിട്ട് ഈ അടുത്ത ഒരു സംഭവം പറഞ്ഞാൽ എനിക്ക് ഓർമ്മ, അതാണ് ഞാനിപ്പോൾ ഇസ്ലാമിക് ഓർക്കാൻ കാരണം. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, സാധാരണ അമേരിക്കൻ അക്കാഡമിയിൽ, സെക്യുലർ അക്കാഡമിയിൽ ഈ നോൺ ഹ്യൂമൻ പ്രസൻസ് അല്ലേ, മാനവികമല്ലാത്ത മറ്റു ജിന്ന്, അതേപോലെ തന്നെ മാലാകുമാർ, അങ്ങനെയുള്ള ആൾക്കാരെ അല്ലെങ്കിൽ പഠിച്ചാൽ അവർക്ക് ആ പ്രസൻസിലൊന്നും എന്തില്ല, അക്കാഡമിയിൽ പ്രസക്തിയില്ല.
അക്കാഡമി എന്താണോ നമുക്ക് എംപിരിക്കലായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന സംഭവങ്ങൾ മാത്രമേ സെക്കുലർ അക്കാഡമി എടുക്കാറ്. അപ്പോൾ അതിൽ നിന്ന് വിഭിന്നമായിട്ട് അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തി അടുത്ത ഫേസ്ബുക്കിൽ, കുറച്ച് മുമ്പാണ്, എനിക്ക് തോന്നുന്നു 1-2 വർഷം മുമ്പാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ വെച്ചാൽ അത് ഇങ്ങനെ എന്താ പറയുക, സലാത്തുൽ അസറിനെ കുറിച്ച് ഇങ്ങനെ റിസർച്ച് എടുത്താണ്. അപ്പം അങ്ങനെ നടത്തുമ്പോൾ ഒരു അദ്ദേഹം ഇങ്ങനെ ഉറങ്ങി ഉറങ്ങുമ്പോൾ ഒരാൾ സ്വപ്നത്തിൽ നിന്ന് ചോദിക്കണം, നിങ്ങൾ റിസർച്ച് ഒക്കെ നടത്തുന്നുണ്ടല്ലോ, നിങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റിനെ കുറിച്ച് മറന്നു പോയിട്ടുണ്ട്. സൂറത്തുൽ അസറിനെ കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്തിട്ടില്ല, നിങ്ങളുടെ റിസർച്ചിൽ ഒരു ഡിസ്കഷൻ വന്നിട്ടില്ല. നിങ്ങൾക്ക് അതിന് ഫേസ്ബുക്ക് പേജ് എടുത്ത് നോക്കിയാൽ അത് കാണാൻ പറ്റും. അപ്പോൾ അദ്ദേഹം പറയണമെന്നിട്ട്, അഥവാ സ്വപ്നത്തിൽ ഒരാൾ വന്നിട്ട് എനിക്ക് എന്ത് ചെയ്യാണ്, നോളജ് പകർന്നു നൽകുകയാണ്. അപ്പം അത്തരത്തിലുള്ള നോളജുകൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് അമേരിക്കൻ അക്കാഡമിയിൽ ഒരു 10 വർഷം മുമ്പായിരിക്കും നടത്താൻ പറ്റും. നടത്തുകയാണെങ്കിൽ അതിനെന്ത് ചെയ്യില്ല, ആൾക്കാർ അതിനെ വാല്യൂ ചെയ്യില്ല. ഇപ്പോൾ അങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റ് ആൾക്കാർക്ക് നടത്താൻ പറ്റും. ഇപ്പോൾ ഇത്തരം എന്താ പറയുക, നോൺ ഹ്യൂമൻ ഏജന്റുകളെ കുറിച്ചുള്ള ഡിസ്കഷൻ, പ്രത്യേകിച്ച് റിലീജിയസ് സ്റ്റഡീസിൽ. കാരണം നമുക്ക് ഔലിയാക്കളുണ്ട്, ജിന്നുകളുണ്ട്, മറ്റു പ്രസൻസുകളുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മുടെ ലൈഫിൽ ഇതിൻ്റെ പാർട്ടാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് അതിനെക്കുറിച്ച് റിസർച്ച് നടത്തണം. അപ്പോൾ അത്തരം സ്കോളേഴ്സിനൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ എന്ത് ചെയ്യുക, കോണ്ടാക്ട് ചെയ്യുക, അവരുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് പ്രൊജക്ട് നടത്താൻ ശ്രമിക്കുക. നിങ്ങളെ പരിപാടികളൊക്കെ അവരെ ക്ഷണിക്കാൻ ശ്രമിക്കുക. അപ്പം അങ്ങനെയാണ് അവരെങ്ങനെയാണ് ക്ഷണിക്കുക എന്ന് വെച്ചാൽ, അവരുമായിട്ടുള്ള ബന്ധമുള്ള അവരുടെ സ്റ്റുഡൻസ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഞങ്ങളൊക്കെ അമേരിക്കൻ അക്കാഡമിയിൽ ഉള്ള ആൾക്കാരാണ്, അപ്പോൾ നമുക്ക് പരിചയമുള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ അവരോട് നമുക്ക് പറയാൻ പറ്റും. എൻ്റെ അഡ്വൈസോട് ഞാൻ 1-2 തവണ പറഞ്ഞു ഞങ്ങളുടെ നാട്ടിലൊക്കെ ഉള്ള പരിപാടികളൊക്കെ. അപ്പോൾ അദ്ദേഹത്തിന് താല്പര്യമുള്ളൂ, ആൾക്കാർ ചോദിച്ചാൽ ഈസ് ഓക്കെ വിത്ത് ദാറ്റ്. സമയമുണ്ടെങ്കിൽ ടൈമൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഭയങ്കര ഡിഫറെൻറ്റ് ടൈം സ്കെഡ്യൂളാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാവും. അല്ലാത്ത സമയത്ത് അദ്ദേഹം ഓക്കെ ഉണ്ട്. അപ്പോൾ അത്തരത്തിൽ ആൾക്കാരോട് കണക്ട് ചെയ്യുക, അവരുടെ ഡിപ്പാർട്ട്മെൻറ്റായിട്ടൊരു ബന്ധം ഉണ്ടാക്കുക. അപ്പോൾ അവർ നമ്മളെക്കുറിച്ച് അറിയാനൊരു കാരണമാവുക. ഇത്തരത്തിലുള്ള പഠനങ്ങളോട് നടക്കുന്ന ആൾക്കാരറിയാം. അപ്പം അങ്ങനെയൊക്കെ എന്ത് ചെയ്യും, നമ്മുടെ പഠനങ്ങൾ അല്ലെങ്കിൽ ഉപരിപഠനങ്ങൾ വളരെ എളുപ്പം. അപ്പം അതൊരു സ്ട്രാറ്റജിയാണ്. ചോദ്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് അവസാനിപ്പിക്കാം. പിന്നെ നമ്മൾ ഉസ്താദില് വായുൽ ഹലാക്കിനെ കുറിച്ചൊക്കെ സൂചിപ്പിച്ചു. അപ്പൊ അതില് നമ്മൾ മനസ്സിലാക്കിയിടത്തോളം മൂപ്പരൊക്കെ ഫിഖ്ഹിൽ അല്ലെങ്കിൽ ശരീഅത്തിന്റെ മേഖലയിലൊക്കെ കൂടുതൽ രചനകൾ നടത്തിയ ആളുകളാണ്. അപ്പൊ നമ്മൾ പലപ്പോഴും നമ്മൾ ഈ 12 കൊല്ലത്തിനിടക്ക് പഠിക്കുന്ന ക്ലാസിക്കൽ കിതാബുകൾ, നമ്മളെ ഫിഖ്ഹുകൾ അല്ലെങ്കിൽ ഹദീസിന്റെ കിതാബുകൾ, അപ്പൊ അതിനൊന്നും വലിയ പ്രാധാന്യം പലപ്പോഴും കൊടുക്കാറില്ല. പക്ഷെ നേരെ മറിച്ച് ഉസ്താദ് പറയുന്ന പോലെ വെസ്റ്റേൺ ഭാഗത്തുള്ള ആളുകൾ അതിനെ മറ്റൊരു രീതിയിൽ പഠിക്കുകയും, അതായത് നമ്മുടെ ക്ലാസിക്കൽ കിതാബുകൾ പഠിക്കുകയും അതിനെ ട്രാൻസ്ലേഷൻ വർക്കൊക്കെ നിർവഹിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ നമ്മൾ ഈ കിതാബുകൾ, നമ്മുടെ ഫിഖ് അല്ലെങ്കിൽ ഹദീസ്, ആ കിതാബുകളെ കുറിച്ച് കുട്ടികൾ അധികം കൂടുതലായിട്ട് അതിൽ ആഴത്തിൽ പഠിക്കാനോ അല്ലെങ്കിൽ കൂടുതലും വേണ്ട പ്രാധാന്യം കൊടുക്കണില്ല എന്ന് പലപ്പോഴും തോന്നാറുണ്ട്. അപ്പൊ ആ ഭാഗത്തൊക്കെ വെസ്റ്റേൺ സ്റ്റഡീസിലൊക്കെ ഈ ക്ലാസിക്കൽ കിതാബുകളുടെ ഒരു ഉപയോഗം എങ്ങനെയാണ്, അതായത് അവരതിന് എത്രത്തോളം പ്രാധാന്യം കൊടുത്തിട്ടാണ് പഠിപ്പിക്കുന്നതെന്നാണ് ഞാൻ ചോദിച്ചത്. വളരെ നല്ല രീതിയിൽ ആൾക്കാർ പഠിപ്പിക്കുന്നുണ്ട്. അഥവാ ടെക്സ്റ്റ് എന്താണ്, ക്ലാസിക്കൽ ടെക്സ്റ്റുകൾ എങ്ങനെയാണ് ആൾക്കാർ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഹല്ലാക്ക് അല്ലെങ്കിൽ മാരിയൻ കട്സ് അവരൊക്കെ ചെയ്യുന്നത് വെച്ചാൽ ഓരോ ജൂഡ് ടക്കർ ഇൻ ദി ഹൗസ് ഓഫ് ലോ, അവരൊക്കെ ചെയ്യുന്നത് വെച്ചാൽ ഒരു കാലത്ത് ഒരു ടൈം ഫ്രെയിമിൽ, ഫോർ എക്സാമ്പിൾ 16th 17th സെഞ്ചുറി അല്ലെങ്കിൽ 13th to 14th സെഞ്ചുറി, അപ്പോൾ ആ ഒരു സമയത്ത് വന്നിട്ടുള്ള ഇസ്ലാമിക് ലീഗൽ ടെക്സ്റ്റുകൾ, ആ ടെക്സ്റ്റുകൾ എങ്ങനെയാണ് ആ കാലത്തെ ഒരു സോഷ്യൽ ഫിനോമിനയോട് റെസ്പോണ്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ടെക്സ്റ്റുകളിലെ ഹുക്കുമുകൾ നോക്കിയിട്ട് ഇപ്പോൾ ജൂഡ് ടക്കറൊക്കെ ചെയ്യുന്ന വളരെ രസകരമായിട്ടുള്ളൊരു സംഭവങ്ങളുണ്ട്. ഓട്ടോമൻ കാലഘട്ടത്തിലെ എന്താ പറയുക, വിവാഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫത്വകൾ, അതുപോലെ തന്നെ വിധികൾ. അപ്പോൾ അത്തരം സംഭവങ്ങളൊക്കെ അദ്ദേഹം ചെയ്തിട്ട് ക്രോഡീകരിച്ചിട്ട് അവർ ചെയ്യുന്നത് വെച്ചാൽ ആ ടെക്സ്റ്റുകൾ എന്താണ് ആ കാലഘട്ടത്തിലെ സോഷ്യൽ സിറ്റുവേഷനെ കുറിച്ച് സംസാരിക്കുന്നത്. അപ്പോൾ സ്ത്രീകളെ എങ്ങനെയാണ് ഈ നിയമം എംപവർ ചെയ്യുന്നത്, അപ്പോൾ ആ കാലത്തുള്ള മുഫ്തിമാർ അല്ലെങ്കിൽ ഖാദിമാർ നടത്തിയിട്ടുള്ള ഖലാഹ് അല്ലെങ്കിൽ ഇഫ്താ, അപ്പോൾ ആ കാര്യങ്ങൾ എങ്ങനെയാണ് ആ കാലഘട്ടത്തിലെ സ്ത്രീകൾക്ക് അനുകൂലമായിട്ട് വർക്ക് ചെയ്തിട്ടുള്ളത്. അഥവാ പുതിയ കാലത്ത് ഫത്വ എന്നൊക്കെ പറഞ്ഞാൽ അല്ലെങ്കിൽ മുഫ്തി എന്നൊക്കെ പറഞ്ഞാൽ വളരെ
കോൺട്രവേഴ്ഷ്യൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് അല്ലേ. ഇപ്പോൾ ഹുസൈൻ അലി അഗ്രാമിൻ്റെ ഒക്കെ പഠനങ്ങളുണ്ട് ഫത്വയെക്കുറിച്ച്, അല്ലെങ്കിൽ ഇഫ്താ എന്നുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ചിട്ട്. അപ്പോൾ അതൊക്കെ വായിച്ചെങ്കിൽ മനസ്സിലാവും. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ പത്രത്തിലുള്ള സംഭവങ്ങൾ പ്രീ മോഡേൺ ടൈംസിൽ, പൂർവാധുനിക കാലഘട്ടത്തിൽ കുറച്ചുകൂടി വളരെ സെക്കുലർ ആയിട്ടുള്ള, അല്ലെങ്കിൽ സ്ത്രീകളെ എംപവർ ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരുന്നു എന്നുള്ള പഠനങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ മാരിയൻ കെർസിൻ്റെ വൈഫ്സ് ആൻഡ് വർക്ക്, സ്ത്രീകളും ജോലിയും, അതേപോലെ തന്നെ പള്ളികളിലെ പള്ളി പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള ഫത്വകൾ, അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പുസ്തകം ഉണ്ടാകുന്നത്. അപ്പോൾ അത്തരത്തിൽ അവരൊക്കെ ഉപയോഗിക്കുന്നത് വെച്ചാൽ ഇസ്ലാമിക് ലീഗൽ ടെക്സ്റ്റുകളാണ്. ഇപ്പോൾ മഹ്മൂദ് കൂരിയ ലീഗൽ ടെക്സ്റ്റുകൾ ഉപയോഗിച്ചിട്ട് സർക്കുലേഷൻ എങ്ങനെയാണ്, ഇസ്ലാമിക് ലോ എങ്ങനെയാണ് സർക്കുലേറ്റ് ചെയ്യുന്നത്, ആൾക്കാർ എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്, എങ്ങനെയാണ് നിയമങ്ങൾ ആൾക്കാർ അപ്രോപ്രിയേറ്റ് ചെയ്യുന്നത്, പുസ്തകങ്ങൾ എങ്ങനെ ആൾക്കാർ റിവ്യർ ചെയ്യുന്നത്, ബഹുമാനിക്കുന്നത്, എങ്ങനെയാണ് പുസ്തകങ്ങൾ ഒബ്ജക്റ്റ് ആവുന്നത്, അങ്ങനെയുള്ള പഠനങ്ങളാണ്. അല്ലെങ്കിൽ ആൾക്കാർ എങ്ങനെയാണ് ലോയെ റീഡിഫൈൻ ചെയ്യുന്നത്, സോഷ്യൽ സിറ്റുവേഷൻസ് അനുസരിച്ച്, സാമൂഹിക സാഹചര്യങ്ങൾക്കനുസരിച്ച് നിയമങ്ങൾ എങ്ങനെയാണ് മാറുന്നത്, നിയമങ്ങൾ എങ്ങനെയാണ് പുനർനിർവചിക്കപ്പെടുന്നത് എന്നൊക്കെയുള്ള പഠനങ്ങൾ. അപ്പം അതിനൊക്കെ ഈ ടെക്സ്റ്റിലാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ തഫ്സീർ ബൈദാവിയൊക്കെ ഉപയോഗിച്ചിട്ട്, അപ്പോൾ അതിൽ സ്റ്റേറ്റ്മെൻറ്റിലൊക്കെ ഉപയോഗിച്ചിട്ട് റിസർച്ച് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് ആ സ്റ്റേറ്റ്മെൻറ്റിൽ കൃത്യമായിട്ട് അറിയാം. അക്ബരിയ, ഇബ്ൻ അറബിയുടെ ടെക്സ്റ്റുകളൊക്കെ ഉപയോഗിച്ചിട്ട് റിസർച്ച് നടത്തുന്ന ആൾക്കാരുണ്ട്, കൃത്യമായിട്ട് വായിച്ചിട്ട്. ഇപ്പോൾ റോഷീൻ അബ്ബാസിനെ പോലെ ആൾക്കാരുണ്ട്, സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി പ്രൊഫസറാണ്. അപ്പോൾ അദ്ദേഹമൊക്കെ ചെയ്യുന്ന ദീൻ വ ദുനിയ എന്നുള്ളൊരു ബൈഫിക്കേഷൻ, ഒരു ഡിവൈഡ് ഇസ്ലാമിലുണ്ടോ അല്ലെങ്കിൽ മുസ്ലിം ലോകത്തുണ്ടോ എന്നൊരു ഡിസ്കഷനാണ്. അപ്പോൾ അതിന് കാരണം എന്ന് പറഞ്ഞാൽ നിലവിൽ നമ്മൾ കാണുന്ന ലോകം എന്താ, സെക്കുലർ വേൾഡ്, റിലീജിയസ് വേൾഡ്. ഇറ്റ്സ് 2 പോൾസ് അല്ലേ, 2 പോളാണ്. അപ്പോൾ മെയിൻ സ്ട്രീം മുഖ്യധാരയിൽ മതമൊന്നും ഇല്ലാത്തൊരു സെക്കുലർ പരിവേഷം ഉണ്ടാവുക, റിലീജിയൻ പ്രൈവറ്റ് സ്ഫിയറിൽ ഉണ്ടാവുക, പബ്ലിക് പ്രൈവറ്റ് സ്ഫിയേഴ്സ് എന്നൊക്കെ പറഞ്ഞൊരു ഡിവൈഡ് ഓൾറെഡി ഡിസ്കസ്ഡ് ആണ്. തലാനസ് തുടങ്ങിയുള്ള സ്കോളേഴ്സ് ഒക്കെ ഡിസ്കസ് ഇതാണ്. ചില ആൾക്കാർക്ക് വായിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾക്ക് വായിക്കാൻ വേണ്ടി. അപ്പം അത്തരത്തിലുള്ള ഡിസ്കഷൻസ് അവരെടുക്കുന്നത് ക്ലാസിക്കൽ ടെക്സ്റ്റുകളിൽ നിന്നാണ്. ഇപ്പോൾ എവിടെയാണ് ദീൻ ഉപയോഗിക്കുന്നത്, എവിടെയാണ് ദുന്യ എന്നുള്ള പദങ്ങൾ ഉപയോഗിക്കുന്നത്, എന്താണ് ദീൻ, എന്താണ് ദുന്യാവ്. അപ്പോൾ അത് അവർ അതിനുപയോഗിക്കുന്നത് ചിലത് ലീഗൽ ടെക്സ്റ്റുകളാണ്, ചിലത് തഫ്സീർ എക്സിജിറ്റിക്കൽ ടെക്സ്റ്റുകളാണ്, ചിലത് ഹദീസിൻ്റെ കമൻട്രി ടെക്സ്റ്റുകളാണ്, അതേപോലെ തന്നെ ചിലത് തസൂഫിൻ്റെ ഒക്കെ ടെക്സ്റ്റുകളാണ്. അപ്പോൾ ഇത്തരത്തിൽ ഈ ടെക്സ്റ്റിലൊക്കെ വായിച്ചിട്ടാണ് ആൾക്കാർ എന്ത് ചെയ്യുന്നത്, ഇസ്ലാമിൻ്റെ തത്വചിന്തയെ അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ ഐഡിയോളജിയൊക്കെ പുതിയ കാലത്തിൽ പരിചയപ്പെടുന്നത്. സോ പിന്നീട് ഇപ്പോൾ എനിക്ക് പഠിക്കുന്ന കാലത്ത് അത്രയും താല്പര്യമില്ലാത്തൊരു സംഭവമായിരുന്നു ഉസൂൽ ഫിഖ്. പക്ഷെ ഉസൂൽ ഫിഖ് പഠിച്ചു കഴിഞ്ഞു, ജമൽ ജവാമൊക്കെ പഠിച്ച് കഴിഞ്ഞപ്പോൾ ഇപ്പം എനിക്ക് വളരെയധികം താല്പര്യമുള്ള ഒരു ഏരിയ ആണത്. നമ്മളത് പിന്നെയും വായിക്കുന്നു, പിന്നെയും അതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ നടത്തുന്നു. അപ്പം അത്തരത്തിൽ നമ്മൾ പലപ്പോഴും മിസ് ഔട്ട് ചെയ്യുന്ന പല കാര്യങ്ങളും പിന്നീട് ഇത്തരം അമേരിക്കൻ അക്കാഡമിയിലാണെങ്കിലും വെസ്റ്റേൺ അക്കാഡമിയിലാണെങ്കിലും ആൾക്കാർ സീരിയസ് ആയിട്ട് പഠിക്കുന്നുണ്ട്. ഓക്കെ, ഈ അമേരിക്ക എന്ന് പറയുമ്പോൾ ഒരു ലിബറൽ കൺട്രി ആണല്ലോ. അപ്പൊ അവിടെ എത്രത്തോളം ഈ ഫിലോസഫിക്കൽ ആയിട്ടുള്ള സ്റ്റഡീസ്, ഇപ്പോൾ ഈ ഗോഡിനെ കുറിച്ചിട്ട്, അതുപോലെ തന്നെ ഇസ്ലാമിന്റെ റാഷണാലിറ്റിയെ കുറിച്ചിട്ടുള്ള പഠനങ്ങൾക്കൊക്കെ എത്രത്തോളം പ്രാധാന്യം ഉണ്ട്, അല്ലെങ്കിൽ അവിടുത്തെ എത്രത്തോളം അതിന് സ്കോപ്പ് ഉണ്ട് എന്നുള്ള കാര്യത്തെ കുറിച്ച്? അതിന് വലിയ സ്കോപ്പ് ഉണ്ട് എന്നുള്ളതാണ് വളരെ ഈസി ആയിട്ടുള്ള ഉത്തരം. കാരണം അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ സ്കോളേഴ്സിനൊക്കെ നമ്മൾ കാണുന്നത്. അഥവാ നമ്മൾ നേരത്തെ പറഞ്ഞ, ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ അമീർ അമിറ്റമീർ ഇപ്പോൾ എനിക്കൊന്ന് മോൺട്രിയൽ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറാണ് കാനഡയിൽ. അപ്പോൾ അവരാണ് അഥവാ സെക്കുലർ അക്കാഡമിയിലേക്ക് എങ്ങനെ പടച്ചവനെ കൊണ്ടുവരാം, ഗോഡ് ഇൻ ഹ്യൂമാനിറ്റീസ് എന്നുള്ളൊരു ഐഡിയ, അല്ലെങ്കിൽ ഗോഡ് ഇൻ ഇസ്ലാമിക് ആന്ത്രപ്പോളജി എന്നുള്ള ഐഡിയ. അപ്പോൾ അവർ 1-2 വളരെ സിമ്പിൾ ആയിട്ടുള്ള ആർട്ടിക്കിൾ ഉണ്ട്, അണ്ടർസ്റ്റാൻഡിങ് ദി ഗൈബ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആർട്ടിക്കിൾ നിങ്ങൾക്ക് ഗൂഗിൾ സെർച്ച് ചെയ്താൽ കിട്ടും, അമീർ അമിറ്റമീർ. അപ്പോൾ അവരുടെ പുസ്തകങ്ങളുണ്ട്. ഇപ്പോൾ അണ്ടർസ്റ്റാൻഡിങ് ദ ഗൈബ്, അതേപോലെ തന്നെ ഗിവിങ് ടു ഗോഡ്, ഇപ്പോൾ പടച്ചവന് കൊടുക്കുക എന്നുള്ളൊരു ഐഡിയ. അപ്പോൾ അത്തരത്തിലുള്ള പുസ്തകങ്ങളൊക്കെ അവർ വളരെ സെക്കുലർ ആയിട്ടുള്ള, പ്രാക്ടീസിങ് അല്ലാത്ത മുസ്ലിം പേരുള്ള ഒരാളാണ്. സോ അതേപോലെ തന്നെ സബ മഹ്മൂദ്, ഷീസ് എ സെക്കുലർ ഫെമിനിസ്റ്റ്, ഷീ പാസ്ഡ് അവേ ഇൻ 2018. അപ്പോൾ അവരൊക്കെ എഴുതിയിട്ടുള്ള പുസ്തകങ്ങളുണ്ട്, അഥവാ പയറ്റി, പൊളിറ്റിക്സ് ഓഫ് പയറ്റി, ഇസ്ലാമിലെ പയറ്റി മൂവ്മെന്റിനെ കുറിച്ച്, അപ്പോൾ അതെങ്ങനെയാണ് എത്തിക്കൽ സെൽഫ് ഫോർമേഷനെ ഹെൽപ്പ് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ എഴുതിയത്. അപ്പോൾ അതൊക്കെ വളരെ സീരിയസ് ആയിട്ട് ഇസ്ലാമിലെ പയറ്റി മൂവ്മെന്റ്, അതിൻ്റെ റാഷണാലിറ്റിയൊക്കെ ആൾക്കാർ പഠിക്കുന്നുണ്ട്. അപ്പോൾ അതൊരു ട്രെൻഡായിട്ട് തന്നെ മാറുന്നുണ്ട്. ആന്ത്രപ്പോളജി ഓഫ് ഇസ്ലാം അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ട്രെൻഡ് സെറ്റിംഗ് ഡിസിപ്ലിനാണ് ആന്ത്രപ്പോളജി ഓഫ് ഇസ്ലാം. നിങ്ങൾക്ക് അതിന് ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് അത് അറിയായിരിക്കും. അപ്പോൾ അസദാണ് അതിൻ്റെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പിയർ, തലാൽ അസദ്. പിന്നെ അസദിൻ്റെ ഡിസൈപ്പിൾസ് ആയിരുന്നു സബ മഹ്മൂദ്, ചാൾസ് ഹിഷ്കിന്ദ്. പിന്നെ യൂറോപ്പിൽ നിന്നാണെങ്കിൽ
ജർമ്മനിയിലുള്ള സമൂലി ഷിൽക്കെ. അപ്പോൾ അവരൊക്കെ സമൂലി ഷിൽക്കിന് വളരെ ചെറിയൊരു ആർട്ടിക്കിൾ ഉണ്ട് ഗോഡിനെ കുറിച്ച്, അഥവാ ഗോഡ് ഇൻ ഡെയിലി ലൈഫ്, എവറി ഡേ ലൈഫ് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം. വളരെ രസമുള്ള സംഭവം, ആൾക്കാർക്ക് പെട്ടെന്ന് വായിക്കാൻ പറ്റും. ഒരു 8-9 പേജുള്ള ആർട്ടിക്കിൾ. അപ്പോൾ എൻ്റെ അഡ്വൈസർ ഉണ്ട് ഇസ്മായിൽ ലാത്താസ്, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആർട്ടിക്കിൾ ഉണ്ട് പുതുമയപ്പെട്ട്. അപ്പോൾ അമേരിക്കൻ അക്കാഡമിയ ദൈവത്തെക്കുറിച്ച് സീരിയസ് ആയിട്ട് ചിന്തിക്കാൻ തുടങ്ങി. പിന്നെ അമേരിക്കൻ അക്കാഡമിയെ കുറിച്ച് നമുക്കൊരു ചെറിയൊരു തെറ്റിദ്ധാരണയുണ്ട്, അഥവാ നമ്മുടെ നാട്ടിലെ സെക്കുലേഴ്സ് ആണ് അവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിലിപ്പോൾ കുറച്ച് മുമ്പ്, ഞാൻ എക്സാജറേറ്റ് ചെയ്യല്ല എന്നാലും പറയാം, കുറച്ച് മുമ്പ് ഒരു ഇടുക്കിയിൽ എങ്ങാനും പള്ളിയിൽ ഒരു കോളേജിൽ ആൾക്കാർക്ക് നിസ്കരിക്കാൻ സ്ഥലം കൊടുക്കണം എന്നുള്ളൊരു വിവാദം ഉണ്ടായിരുന്നു. അഥവാ ക്യാമ്പസുകൾ സെക്കുലർ സ്പേസ് ആണ്, അവിടെ റിലീജിയൻ എന്ത് ചെയ്യാൻ പാടില്ല, സ്പേസ് കൊടുക്കാൻ പാടില്ല ഒരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു. ഇതേ സമയത്ത് ഞാൻ പഠിക്കുന്ന അമേരിക്കയിലെ ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയിൽ ഒരു മുസ്ലിം ചാപ്ലൻ ഉണ്ട്, ഇസ്ലാമിക് സെൻറ്റർ ഉണ്ട്. അവിടെ ജുമ നടക്കും. അത് യൂണിവേഴ്സിറ്റി നേരിട്ട് എന്ത് ചെയ്യുന്ന, പേ ചെയ്യുന്ന, യൂണിവേഴ്സിറ്റിയുടെ പേറോളിലുള്ള ഒരു ഇസ്ലാമിക് ചാപ്ലൻ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അതിന് കീഴിലൊരു അസിസ്റ്റൻറ്റ് ചാപ്ലൻ വർക്ക് ചെയ്യുന്നുണ്ട്. അതിന് കീഴിലൊരു വലിയൊരു മുസ്ലിം കമ്മ്യൂണിറ്റി അവിടെ ഉണ്ട്. എന്നും ഇഫ്താറുള്ള ഒരു കമ്മ്യൂണിറ്റി, അല്ലെങ്കിൽ എല്ലാ വെള്ളിയാഴ്ചയും ഈ ആൾട്ടർനേറ്റീവ് വീക്സിൽ ലഞ്ചുള്ള ഒരു ജുമ ഗാദറിങ് അവിടെ നടക്കുന്നത്. സോ അത്രയും ടോളറൻസ് ഉള്ള, നിങ്ങൾ കാണുന്ന മറ്റെല്ലാ റേസസ് ഒക്കെ ഉണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയില്ല, ദാറ്റ്സ് ദർ. പക്ഷെ അതിനപ്പുറത്തേക്ക് ഇത്തരത്തിലുള്ളൊരു സെക്കുലർ അക്കാഡമിയാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. സോ റിലീജിയൻ അവിടെ പ്രസക്തിയുണ്ട്, യു ക്യാൻ സ്റ്റിൽ ഫൈറ്റ് ഇറ്റ് ഔട്ട്. അപ്പോൾ അവിടെയാണ് ഈ പറഞ്ഞ നമ്മൾ നേരത്തെ പറഞ്ഞ സ്കോളേഴ്സൊക്കെ വർക്ക് ചെയ്യുന്നത്. ഇസാമുദ ഇതാണെങ്കിലും ഷെർമൻ ജാക്സൺ ആണെങ്കിലും അതേപോലെ തന്നെ വൈൽ ഹല്ലാഖ് ആണെങ്കിലും ഇറ്റ്സ് നോട്ട് എ മുസ്ലിം ആസ് ഐ നോ. സോ അത്തരത്തിലുള്ള ആൾക്കാർക്ക് അവിടെയാണ് ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുന്നത്, ഇസ്ലാമിനെ കുറിച്ച് പറയുന്നത്. പിന്നെ അങ്ങനെ ഖുർആനിലെ സയന്റിഫിക് അപ്രോച്ച് അതൊക്കെ നമ്മൾ ഉണ്ടാവുമല്ലോ. അതേപോലെ ഫത്തുൽ മുഈനിലെ ഹദീസ് അപ്രോച്ച്, ആ രൂപത്തിൽ ക്ലാസിക്കൽ ടെക്സ്റ്റിലുള്ള അപ്രോച്ചുകളെ കുറിച്ച് പഠിക്കുന്നതിനുള്ള സ്കോപ്പ് എങ്ങനെയാണ്? അങ്ങനെ ചോദിച്ചാൽ അഥവാ അപ്പോൾ അത് ഫോക്കസ് ചെയ്തിട്ട് വളരെ സ്പെസിഫിക് ആയിട്ട് ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ എന്ത് ചെയ്യുക, സെർച്ച് ചെയ്യുക. അപ്പോൾ അവരുടെ റിസർച്ചിന് അവസരങ്ങളുണ്ടോ എന്ന് അന്വേഷിക്കുക. കാരണം അതൊരു, ഇപ്പം നിങ്ങൾ പറഞ്ഞു വെച്ചാൽ ഒരു ടെക്സ്റ്റിൽ ഹദീസ് എങ്ങനെ, ഇപ്പോൾ ഫത്തുൽ മുഈൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഖുറാൻ്റെ സയൻറ്റിഫിക് എന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം റിസർച്ച് ഓൾറെഡി വന്നിട്ടുണ്ടാവുന്നതാണ് ഞാൻ മനസ്സിലാക്കിയത്. എനിക്കതിൽ എക്സ്പെർട്ടീസ് ഇല്ല, അതിൽ സംസാരിക്കാൻ ഞാൻ ആളല്ല. അപ്പോൾ ഫത്തുൽ മുഈൻ്റെ ഹദീസ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അത്തരത്തിൽ റിസർച്ച് നടക്കുന്ന ആൾക്കാരുണ്ട്. എങ്ങനെയാണ് അതിൻ്റെ ഒരു ഹദീസ് ക്രിറ്റിസിസം, ആ ടെക്സ്റ്റ് എങ്ങനെയാണ്, ഏതുതരം ഹദീസുകളാണ് അത് യൂസ് ചെയ്യുന്നത്, അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്ക് ഒരു പഠനമൊക്കെ നടത്താൻ പറ്റും. അഥവാ ഫത്തുൽ മുഈനെ കുറിച്ച് ഇപ്പം കൂരിയൊക്കെ പറയുന്നത് വെച്ചാൽ അതൊരു റീജിയണൽ ടെക്സ്റ്റാണ്. സൗത്ത് ഏഷ്യയുടെ അല്ലെങ്കിൽ സൗത്ത് ഈസ്റ്റ് ഏഷ്യയുടെ പെക്യൂലർ ആയിട്ടുള്ള ക്ലൈമറ്റിക് ചേഞ്ചുകൾ അല്ലെങ്കിൽ ക്ലൈമറ്റിക് സിറ്റുവേഷൻസിനൊക്കെ കൺസിഡർ ചെയ്തിട്ടുണ്ടാക്കിയുള്ള ടെക്സ്റ്റാണ്. അപ്പോൾ അതിനെല്ലായിടത്തും ഒന്നും ഉണ്ടാവില്ല, ആപ്ലിക്കബിലിറ്റി ഉണ്ടാവില്ല ആ ടെക്സ്റ്റിന്. ദാറ്റ്സ് എ ഫാക്ട്. അഥവാ ഇസ്ലാമിക് ലോ എല്ലായിടത്തും ഒരുപോലെ എല്ലാം നമ്മൾ പറയില്ലേ. അപ്പോൾ അദ്ദേഹം അത് പറഞ്ഞത് വളരെ വിവാദക്കായി എന്നുള്ളത് വളരെ കാര്യം. പക്ഷേ അതിൻ്റെ ഒരു ഫാക്ട് ആണ്. അഥവാ അത് നിങ്ങൾക്ക് മനസ്സിലാവും, അതിൽ ചില മസാലകളൊക്കെ എടുത്താൽ മനസ്സിലാവും. അഥവാ ട്രോപ്പിക്കൽ റൈൻ ഫോറസ്റ്റുകളിൽ മാത്രമുള്ള ചില ജീവികളുടെ കാഷ്ടം, എക്സ്ക്രീറ്റ, അത് നജസല്ല എന്ന് ഫത്തുൽ മുഈനിലുണ്ട്. അത് ചിലപ്പോൾ വേറെ കിതാബുകളിലുണ്ടാവില്ല. ഫോർ എക്സാമ്പിൾ റൗസ് ഹൊഫാഷൻ അല്ലെ, വവ്വാലിൻ്റെ കാഷ്ടം നജസല്ല എന്ന് ഫത്തുൽ മുഈനിലുണ്ട്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അപ്പോൾ അദ്ദേഹം അത് മെൻഷൻ ചെയ്യുന്നുണ്ടെന്ന് സംശയമുണ്ട് എനിക്ക്. അപ്പം അത്തരത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു കാലഘട്ടത്തിൽ ആ ഒരു പെക്യുലർ ജിയോഗ്രഫിയിൽ ആൾക്കാർ ഏതുതരം ഹദീസുകളാണ് ഉപയോഗിച്ചത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ആ ഹദീസുകൾ ഉപയോഗിക്കപ്പെട്ടതെന്ന് യു ക്യാൻ ഡു ദാറ്റ്. പക്ഷെ അത്തരം റിസർച്ച്, ടെക്സ്റ്റ് അല്ലെങ്കിൽ ഹദീസ് ക്രിറ്റിസിസം, മൊബിലിറ്റി, അപ്പം അത്തരം സംഭവങ്ങൾ റിസർച്ച് ചെയ്യുന്ന ആൾക്കാർ ആരാണ്, അവർ ഐഡൻറ്റിഫൈ ചെയ്യുക, അവർ കീഴിൽ വർക്ക് ചെയ്യാൻ എന്ത് ചെയ്യുക, ഇങ്ങനെ ഒരു പ്രോജക്റ്റ് ഉണ്ടാക്കുക. യു ക്യാൻ വർക്ക് വിത്ത് മഹ്മൂദ് ഈവൻ. പിന്നെ നിലവിൽ ഈ JNUലൊക്കെ പഠിക്കുക പറഞ്ഞാല്, നിലവിലെ JNUലെ CUTന്റെ ഒക്കെ അവസ്ഥ, അല്ലെങ്കിൽ അവിടുത്തെ മറ്റേ പൊസിഷനിൽ ഇരിക്കുന്നവരൊക്കെ അവസ്ഥ ഫുള്ള് അറസ്റ്റുകാരും സംഖ്യകളും എന്നൊക്കെയാണ് പറയല്. അപ്പോൾ നിലവിൽ ഇപ്പോൾ CUT തന്നെ മൊത്തത്തിൽ എന്താ കട്ട് ഓഫ് മാർക്കൊക്കെ കൂട്ടുക,
ഇപ്പോൾ ഏതൊരു അക്കാദമിഷ്യന്റെ അല്ലെങ്കിൽ പഠിക്കാൻ ഉന്നത പഠനം ആഗ്രഹിക്കുന്നവരൊക്കെ ലക്ഷ്യമാക്കാൻ JNU പഠിക്കുക എന്നുള്ളതൊക്കെ. നിലവിൽ അത് ഇത്രയും ടൈറ്റ് ആകുമ്പോൾ നമ്മളെ പോലത്തെ ഒരു ഇത്രയും കേരളത്തിൽ നിന്നൊക്കെ വരുന്ന ഇപ്പോൾ ബീഹാറിലും ഇവിടെ മധ്യപ്രദേശ് അവിടെ നിന്നുള്ള കുട്ടികളാണ് കൂടുതൽ എന്നൊക്കെയാണ് കേൾക്കല്. അതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് അറിയില്ല. അപ്പോ അതിനെ കുറിച്ചിട്ട് നമ്മളിപ്പോ എന്താ ചെയ്യേണ്ടതെന്ന് പറയാൻ പറ്റുമോ? JNUവിന്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ JNU ഏകദേശം സിങ്കിങ് ഷിപ്പ്, അത് ഏകദേശം മുങ്ങുന്നൊരു കപ്പലാണ്. അത് അവിടുത്തെ നിലവിൽ അക്കാഡമി എന്ന് പറയുന്നത് ഷോക്കാണ്. പ്രത്യേകിച്ച് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ്, ഹിസ്റ്ററി ഡിപ്പാർട്ട്മെൻറ്റ്, ഞങ്ങളുടെ പ്രൊഫസർമാരൊക്കെ ഏകദേശം റിട്ടയർ ചെയ്ത് പോയി. പുതിയ റിക്രൂട്ട്മെൻറ്റ് കംപ്ലീറ്റ്ലി സംഖ്യകളാണ്, അല്ലെങ്കിൽ സംഖ്യ ട്രാക്ക് റെക്കോർഡുള്ള ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പഴയ റിസർച്ച് റിഗറോ അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക റിസർച്ച് ലെഗസി ഒന്നും ഇപ്പോൾ JNUവിന് അവകാശപ്പെടാൻ പറ്റില്ലെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. വളരെ കുറച്ച് ആൾക്കാരുണ്ട്. ഇപ്പോൾ ഞങ്ങളുടെ പ്രൊഫസർ ഉണ്ടായിരുന്നു, വളരെ റിനൗണ്ട് ആയിട്ടുള്ള നജഫ് ഹൈദർ. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ അവിടെ ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പിന്നെ 1-2 ആൾക്കാരെ വെച്ചാൽ ബാക്കി പുതിയ റിക്രൂട്ട്മെൻറ്റ്സ് ആണ്. പഴയ ആൾക്കാരൊക്കെ ഏകദേശം റിട്ടയർ ആയിപ്പോയി. അപ്പോൾ അതുകൊണ്ട് തന്നെ പൊതുവെ ഇപ്പം ഞാൻ ആൾക്കാർ എന്ത് ചെയ്യില്ല, JNUവിലേക്ക് പോകുന്നതിന് അത്ര എൻകറേജ് ചെയ്യുന്നില്ല. കാരണം അതിന് പകരം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, IIT ഗാന്ധിനഗറിൽ പോകാം. ദേ ഹാവ് എ ഗുഡ് ഫാക്കൽറ്റി, വളരെ നല്ലൊരു ഡിപ്പാർട്ട്മെൻറ്റാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ഇത്തരം റിസർച്ചുകളെ സപ്പോർട്ട് ചെയ്തു. കുറച്ച് ഒരു വിവാദമൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. IIT ഗാന്ധിനഗറിൽ കുറച്ച് മുസ്ലിം സ്റ്റുഡൻസിൻ്റെ റിസർച്ച് ടൈറ്റിലൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, IIT-കളിലെ ഹ്യൂമാനിറ്റീസ് ഡിപ്പാർട്ട്മെൻറ്റുകളെ ഇസ്ലാമിസ്റ്റുകൾ ഹൈജാക്ക് ചെയ്യുന്നുള്ളൊരു സംഭവം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പം അത്തരത്തിൽ ആ തരത്തിൽ റിസർച്ചുകളെ ആന്ത്രപ്പോളജി ഓഫ് ഇസ്ലാമിക് ബേസിലുള്ള റിസർച്ചുകളെ സപ്പോർട്ട് ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റുകളാണ് അവിടെയൊക്കെയുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത്. IIT ബോംബെയിൽ ഡിപ്പാർട്ട്മെൻറ്റും കുഴപ്പമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ബോംബെയിൽ PG PhD ഇൻറ്റഗ്രേറ്റഡ് PhD ഒക്കെ ഉള്ള ഡിപ്പാർട്ട്മെൻറ്റാണ്. സോ അങ്ങനെ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ആൾക്കാർക്ക് താല്പര്യമുള്ള ആൾക്കാർക്ക് അവിടെ അപ്ലൈ ചെയ്യാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഐസറിലൊക്കെ അപ്ലൈ ചെയ്യാം. റെനി തോമസ് എന്നുള്ള ഒരു മലയാളി പ്രൊഫസറാണ്. അപ്പോൾ അദ്ദേഹം കഴിഞ്ഞ സ്പ്രിങ്ങിൽ NYU ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കീഴിലൊക്കെ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അവിടെ പോവാം. അപ്പോൾ അദ്ദേഹം ഓഫർ ചെയ്യുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു പ്രോഗ്രാം. ഇപ്പോൾ JNUവിൽ പോകുന്നതിന് പുതിയ കാലത്ത് അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷനിൽ ഞാൻ അത്ര എന്ത് ചെയ്യില്ല, പ്രോത്സാഹിപ്പിക്കില്ല. അതിന് കാരണങ്ങൾ ഇതൊക്കെ തന്നെയാണ്. ബട്ട് സ്റ്റിൽ കുറച്ച് ആൾക്കാരൊക്കെ അവിടെ ഉണ്ട്. 1-2 വർഷം കൂടി ചിലപ്പോൾ പോകുമായിരിക്കും. പക്ഷെ അതിനുശേഷം ഇപ്പോൾ ഉള്ള പ്രൊഫസർമാർ കൂടി റിട്ടയർ ആയാൽ പിന്നെ കൂടുതൽ നമുക്ക് പ്രതീക്ഷിക്കാനൊന്നുമില്ല. കാരണം പിന്നെ അടുത്ത ഗവൺമെൻറ് ഒക്കെ വരണമെങ്കിൽ അതിനുള്ള സമയമുണ്ട്. നമുക്ക് ഇസ്ലാമിക് സ്റ്റഡീസിൽ അല്ലെങ്കിൽ ഹദീസുമായി ബന്ധപ്പെട്ടിട്ട് അവിടെ നിന്ന് അമേരിക്കൻ അക്കാഡമിയിൽ നിന്ന് പ്രൊഫസർമാരുമായിട്ട് ഓൺലൈനായിട്ട് സെഷനുകൾ വെക്കാൻ അങ്ങനെ നിർദ്ദേശിക്കാൻ പറ്റിയ ആളുകളുണ്ടോ? അങ്ങനെ വെബിനാറുകളൊക്കെ വെക്കാൻ പറ്റിയ നമ്മൾ നേരത്തെ പറഞ്ഞപ്പോൾ ജോയൽ ബ്ലക്കർ, അതേപോലെ തന്നെ ജനാദൻ എസി ബ്രൗൺ, അവരൊക്കെ ഓൾറെഡി ഇസാം ചെയ്തു. നമുക്കൊന്ന് അവരൊക്കെ ഓൾറെഡി അതിൻ്റെയോ അല്ലെങ്കിൽ നോളജ് സിറ്റിയുടെ ഒക്കെ കോൺഫറൻസുകളിൽ സംസാരിച്ചിട്ടുള്ള ആൾക്കാരാണ്. സോ യു ക്യാൻ ഓൾസോ കോൺടാക്ട് ദം. അത് അവർ റെഡിയാണെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. കാരണം അവർക്ക് ഇതിൽ തടസ്സങ്ങളൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ എനിക്കൊന്ന് റജബ് സെൻറ്റൂർക്ക് കുറച്ച് മുമ്പ് സംസാരിച്ചു. അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാർ സംസാരിക്കാൻ റെഡി ആയിരിക്കും. നമ്മൾ അവരെ കോൺടാക്ട് ചെയ്യുക, അവരെ കൺവിൻസ് ചെയ്യുക. ഇങ്ങനെ ഒരു നല്ലൊരു ഓഡിയൻസ് നിങ്ങൾക്ക് ഇവിടെ ഉണ്ട്, അപ്പോൾ അതിനുള്ള നിങ്ങളുടെ പഠനങ്ങളൊക്കെ ഇവിടെ വായിക്കപ്പെടുന്നുണ്ട്, അത് നിരന്തരം ഡിസ്കസ് ചെയ്യപ്പെടുന്നത്, അതിന് ക്രിട്ടീക്കുകൾ വരുന്നുണ്ട്. സോ യു ആർ വെൽക്കം ടു ടോക്ക് ടു അസ്. അപ്പോൾ ആ ഒരു ലൈനിൽ ആൾക്കാർ അപ്രോച്ച് ചെയ്യാം, സംസാരിക്കും. കാരണം എനിക്ക് തോന്നുന്നു ബ്ലക്കറും ബ്രൗണും ഓൾറെഡി അതിൻ്റെയോ അല്ലെങ്കിൽ നോളജ് സിറ്റിയുടെ ഒക്കെ കോൺഫറൻസുകൾ സംസാരിച്ചിട്ടുണ്ട്. ഞാൻ 1-2 വർഷം മുമ്പ് അവർ എല്ലാ വർഷവും നടത്തുന്ന ഒരു ഹദീസ് കോൺഫറൻസോ അല്ലെങ്കിൽ സിമ്പോസിയം കാണുന്നുണ്ട്. അപ്പോൾ അതിൽ സംസാരിച്ചിട്ടുണ്ട്, ഞാൻ മനസ്സിലാക്കി. അപ്പോൾ അത്തരം ആൾക്കാർ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വളരെ ഈസി ആയിട്ട് നമ്മുടെ നാട്ടിൽ സംസാരിപ്പിക്കാൻ പറ്റും. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇതുപോലെ നമ്മുടെ സെഷനുകൾ വെബിനാർ പോലെ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നടത്താൻ പറ്റിയ ആളുകളെ നിർദ്ദേശിക്കാൻ കഴിയും. അവിടെ നിന്ന് റെഡിയാക്കി തരാൻ പറ്റും. ഒറ്റയടിക്ക് ചോദിച്ചു ഇപ്പോൾ ഒരാഴ്ചക്കുള്ളിൽ ആൾക്കാരോട് സംസാരിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ ചിലപ്പോൾ ആരും സമ്മതിക്കണമെന്നില്ല. കാരണം ഒരാഴ്ചയൊന്നും ആർക്കും കൊടുക്കാവുന്ന ഷോർട്ട് നോട്ടീസ് അല്ല. ഒരു 2 ആഴ്ച അല്ലെങ്കിൽ 1 മാസമൊക്കെയാണ് ആൾക്കാർക്ക് പൊതുവെ കൊടുക്കാവുന്ന ഒരു നോട്ടീസ്. ഇപ്പോൾ ഒരാഴ്ചക്കുള്ളിൽ ആൾക്കാരോട് നമ്മൾ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ അവർ മനസ്സിലാക്കുന്ന ഒരു തട്ടിക്കൂട്ട് പരിപാടിയാണ്. അങ്ങനെ ആവരുത്, ഇതൊരു വെൽ പ്ലാൻഡ് പരിപാടിയാണെന്നൊക്കെ ആൾക്കാരെ കൺവിൻസ് ചെയ്യണം. ഇപ്പോൾ സാധാരണ ഒരു കോൺഫറൻസ് ഒക്കെ നടക്കുകയാണെങ്കിൽ അത് 4 മാസം മുമ്പൊക്കെ അതിൻ്റെ തീം ഔട്ട് ചെയ്ത് പ്രപ്പോസലൊക്കെ ഇൻവൈറ്റ് ചെയ്ത് അതിൻ്റെ റിവ്യൂ ഒക്കെ ചെയ്ത് അങ്ങനെയൊക്കെയാണ് നടക്കുക. ചിലതൊക്കെ 1 വർഷം മുമ്പൊക്കെ ഔട്ട് ചെയ്യും. അപ്പോൾ അതാണ് അമേരിക്കൻ അക്കാഡമിക് കോഴ്സ്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഒരാഴ്ച മുമ്പ് വിളിച്ചിട്ട് അന്ന് ഇങ്ങനെ ഒരു കോൺഫറൻസ് ഇവിടെ നടക്കുന്നുണ്ട്, നമുക്ക് സംസാരിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ ആൾക്കാർ പെട്ടെന്നൊന്ന് ഡൗട്ട് ചെയ്യും, സസ്പീഷ്യസ് ആണ്, ഇതൊരു തട്ടിക്കൂട്ട് കോൺഫറൻസ് ആണ് എന്നുള്ളത്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഒരിക്കലും നമ്മുടെ
ആക്ടിവിറ്റീസിൽ പ്രസൻറ്റ് ചെയ്യാൻ പാടില്ല. നമുക്ക് പൊതുവെ പറ്റുന്നൊരു സംഭവം അതാണ്. നമ്മൾ എന്ത് ചെയ്യും, 1-2 ദിവസം മുമ്പ് അല്ലെങ്കിൽ ഒരാഴ്ച മുമ്പൊക്കെ എന്ത് ചെയ്യും, നമ്മളെ സംസാരിക്കുന്ന ഫാക്കൽറ്റികൾ വിളിച്ചിട്ട് ഇങ്ങനെ കോൺഫറൻസിൽ നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റിയതാണ് വിഷയം എന്നൊക്കെ പറഞ്ഞാൽ അവർ ഭയങ്കര സസ്പീഷ്യസ് ആയിരിക്കും. അപ്പോൾ ഇതൊരു ഹാഫ് ബേക്ക്ഡ് പരിപാടിയാണെന്ന് ആൾക്കാർ മനസ്സിലാക്കാം. അത് കുറേ കൂടി ഒന്നും ചിന്തിക്കാത്ത ഒരു പരിപാടി. അപ്പം അങ്ങനത്തെ സാഹചര്യങ്ങൾ ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ അതൊരു ഡീമെറിറ്റാണ്. പിന്നെ ആൾക്കാർ നമ്മൾ അപ്രോച്ച് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യില്ല, അവർ സമ്മതിക്കില്ല പിന്നീട് ഒരിക്കലും. അപ്പം അത്തരത്തിലുള്ള മണ്ടത്തരങ്ങൾ നമ്മൾ ചെയ്യാതിരിക്കുക. പൊതുവെ നമ്മുടെ ഒരു പ്രശ്നം, നമ്മുടെ ഈ സിസ്റ്റത്തിൻ്റെ ഭാഗമായ ആൾക്കാരുടെ ഒക്കെ പ്രശ്നമാണ് ഒരാഴ്ച കൊണ്ടൊക്കെയാണ് ഒരു പരിപാടി തീരുമാനിക്കുക. വളരെ ലോങ് ടേമിലൊന്നും ആലോചിച്ചിട്ട് നമ്മൾ പരിപാടികൾ തീരുമാനിക്കാറില്ല. ദാറ്റ്സ് ഫോൾ. അതൊരു പ്രശ്നമാണ്, നമ്മുടെ മൊത്തത്തിലുള്ളൊരു പ്രശ്നം. അപ്പോൾ ആ പ്രശ്നത്തെ നമ്മൾ എന്ത് ചെയ്യണം, ടാക്കിൾ ചെയ്യണം, മറികടക്കണം. അപ്പോൾ ഒരു ലോങ് ടേമിൽ ആലോചിക്കുക, ആൾക്കാരെ അപ്രോച്ച് ചെയ്യുക, അങ്ങനെയൊക്കെ ആകുമ്പോൾ ശരി. ഇപ്പോൾ ഞങ്ങൾക്ക് ഇപ്പോൾ നെക്സ്റ്റ് സെമസ്റ്ററിന് നമുക്ക് പരിപാടി നടത്തണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ആളുകളൊക്കെ നമുക്ക് എങ്ങനെയാണ് ഈസി ആയിട്ട് അപ്രോച്ച് ചെയ്യാൻ പറ്റുക, കോൺടാക്ട് ചെയ്യാൻ പറ്റുക? അത് ഉദാഹരണത്തിന് ഇപ്പോൾ ജൊനാഥൻ ബ്രൗണിനാണെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് മെയിൽ ചെയ്യാൻ പറ്റും. നിങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾ എല്ലാ കൃത്യമായിട്ട് നിങ്ങളുടെ പ്രോഗ്രാം ഒക്കെ വെച്ചിട്ടുള്ളൊരു ബ്രോഷറൊക്കെ അറ്റാച്ച് ചെയ്തിട്ട് അവരെ നേരിട്ട് കോൺടാക്ട് ചെയ്ത് അതേ സംസാരിക്കാതെ വളരെ സിമ്പിളായിട്ട് അസ്സലാമു അലൈക്കും എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്ന ഇമെയിലൊക്കെ ചെയ്യുന്ന സിമ്പിളായ മനുഷ്യനാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ സലാഹുസ്സൈൻ ഉപയോഗിക്കാം. ഇപ്പോൾ ദാറുലത്തിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റാണ്, നിങ്ങൾ ഒടമല എന്ന് പറയണ്ട, ഒടമല ഇപ്പോൾ അതിന് പരിചയം ഉണ്ടാവും, പരിചയമുള്ള രീതിയിലാണ് സംസാരിക്കും. ദാറുലത്തിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റാണ്, അവിടുത്തെ UG ഡിപ്പാർട്ട്മെൻറ്റാണെന്ന് പറയാം. ഓൾറെഡി എന്ത് ചെയ്ത് ദാറുലത്തിൽ ആൾക്കാരോട് സംസാരിക്കും, ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ആരും അറിയാത്ത രീതിയിൽ എന്ത് ചെയ്യാൻ പാടില്ല, കാര്യങ്ങൾ നീക്കാനും പാടില്ല, അതൊരു പ്രശ്നമായിരിക്കും. അപ്പോൾ എന്നിട്ട് എന്ത് ചെയ്യുക, ആൾക്കാർക്ക് ഡിസ്കസ് ഇങ്ങനെയൊക്കെ സംഭവങ്ങളാണ്. അപ്പോൾ സലാഹുസ്സൈൻ ഡിസ്കസ് ചെയ്യുക, ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുള്ളത്, ഇതൊക്കെയാണ് നമ്മുടെ പ്രോസസ്സുള്ളത്, ഇതൊക്കെ അദ്ദേഹത്തിന് സബ്മിറ്റ് ചെയ്യാൻ പറ്റുന്ന സംഭവം ആണെങ്കിൽ എനിക്ക് അയച്ചെന്ന് ഞാൻ എന്ത് ചെയ്യാം, റിവ്യൂ ചെയ്യാം. സമയമുണ്ടെങ്കിൽ, സമയം ഒരു പ്രശ്നമാണ്. അപ്പോൾ നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കരുത്. പലപ്പോഴും പല ആൾക്കാരും റെസ്പോണ്ട് ചെയ്യാതിരിക്കുന്നത് സമയത്തിൻ്റെ പ്രശ്നമാണ്. എല്ലാവർക്കും അവരുടേതായ തിരക്കുകളുണ്ട്. അപ്പോൾ അത് എല്ലാവരും മനസ്സിലാക്കണം എന്ന് ഞാൻ പറയാം. അപ്പോൾ അത് വെച്ചിട്ട് എന്ത് ചെയ്യുക, അദ്ദേഹത്തിന് മെയിൽ ചെയ്യുക, റെസ്പോൺസ് വേണ്ടി വെയിറ്റ് ചെയ്യുക. പറഞ്ഞത് നേരത്തെ ചെയ്യുക, അറ്റ് ദ ഏർലിയസ്റ്റ്. എത്രയും അഥവാ നിങ്ങൾ എത്രത്തോളം നേരത്തെ ചെയ്യുന്നു അത്രത്തോളം കാര്യങ്ങൾ എളുപ്പമായി കിട്ടും. നിങ്ങൾ എത്രത്തോളം ലേറ്റ് ആക്കുന്നു അത്രത്തോളം കാര്യങ്ങൾ വഷളാവും. അപ്പോൾ നിങ്ങളിപ്പോൾ അടുത്ത സെമസ്റ്ററിലാണ് ചെയ്യുക. ഉദാഹരണത്തിന് റബിയൊക്കെ കഴിഞ്ഞിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇതിപ്പോൾ മുഹറമായി അല്ലേ, മുഹറം 20 ഇത്രയായി എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, 18 ആയി. അപ്പോൾ റബിയിലൊക്കെയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ റബീന് ശേഷമാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൊടുക്കാൻ പറ്റും. ഒരു 2 മാസം ഗ്യാപ്പിൽ അല്ലെങ്കിൽ 2.5 മാസം 3 മാസം ഗ്യാപ്പിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചോദിക്കാൻ പറ്റും. സോ ഇറ്റ് കുഡ് ഹാപ്പൻ. അപ്പോൾ ഈ പറഞ്ഞ ആളുകളൊക്കെ വെച്ചിട്ട് നമുക്കൊരു ഇന്റർനാഷണൽ കോൺഫറൻസ് നടത്താനുള്ളൊരു സാധ്യത അവിടെ കാണുന്നുണ്ടോ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന്? സാധ്യതയുണ്ട്. പക്ഷേ ഇന്റർനാഷണൽ കോൺഫറൻസ് നടത്താൻ എന്തൊക്കെയാണ് അതിൻ്റെ പ്രൊസീജിയേഴ്സ് ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരാഴ്ച കൊണ്ട് തന്നെ അന്വേഷിക്കണം. എന്നിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ, അഥവാ അത് നടക്കാനുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ എന്ത് ചെയ്യുക, അതിൻ്റെ നിയമവശങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ അന്വേഷിക്കുക. എന്തൊക്കെയാണ് ഇന്റർനാഷണൽ കോൺഫറൻസ് നടത്താനുള്ള അതിൻ്റെ പ്രശ്നങ്ങളും സാധ്യതകളൊക്കെ. അപ്പോൾ അതൊക്കെ റെഡിയാക്കുക. വളരെ പെട്ടെന്ന് എന്ത് ചെയ്യുക, അതിൻ്റെ തീം ഉണ്ടാക്കുക, ആൾക്കാരോട് ഡിസ്കസ് ചെയ്യുക. നിങ്ങളുടെ ഉസ്താദന്മാരുടെ ദാറുൽ ഉസ്താദന്മാർ, ഡിപ്പാർട്ട്മെൻറ്റിലെ ആൾക്കാർ, മറ്റു ദാറുൽ PG ഡിപ്പാർട്ട്മെൻറ്റിലെ ആൾക്കാർ, അവരൊക്കെ ഒരു സിറ്റിങ്ങിൽ ഇരുത്തുക, ഡിസ്കസ് ചെയ്യുക, അതിൻ്റെ തീം ഉണ്ടാക്കുക. ഈ ആൾക്കാരൊക്കെ മെയിൽ ചെയ്യുക, ഇങ്ങനൊരു സംഭവം ഞങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട്. പിന്നെ റെമ്യൂണറേഷൻ്റെ കാര്യത്തെക്കുറിച്ച് എനിക്ക് അറിഞ്ഞൂടാ, എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾ പഠിച്ചു നോക്കുക. വേണമെങ്കിൽ ഞാൻ അന്വേഷിച്ചേക്കാം എങ്ങനെയാണ് അവർക്ക് റെമ്യൂണറേഷൻ കൊടുക്കാറുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് അറിഞ്ഞൂടാ. പ്രത്യേകിച്ച് ഓൺലൈനൊക്കെ ആകുമ്പോൾ ആൾക്കാർ പൊതുവെ റെമ്യൂണറേഷൻ വാങ്ങാൻ സാധ്യതയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾ ക്ലാരിറ്റി ഉണ്ടാക്കണം. ചീത്തപ്പേരുണ്ടാക്കരുത് ഒരു കാരണവശാലും. കാരണം ഒരു സ്ഥാപനം, കേരളത്തിൽ നിന്നുള്ള ഒരു സ്ഥാപനം ഇത്തരം ഒരു പ്രൊഫസറോട് മോശമായിട്ട് പെരുമാറുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിനൊരു ബാഡ് ഇംപ്രഷൻ ഉണ്ടാവുകയാണെങ്കിൽ മറ്റെല്ലാ സ്ഥാപനങ്ങളും ഇത് ബാധിക്കും. പിന്നെ വേറൊരു സ്ഥാപനത്തിൽ ഒരാൾ എന്ത് ചെയ്യും, അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യുമ്പോൾ ഇൻസ്റ്റൻ്റ്ലി എന്ത് ചെയ്യും, ആ എക്സ്പീരിയൻസ് കണക്ട് ചെയ്യും. അപ്പം അത് ബാക്കിയുള്ള സാധ്യതകൾ കൂടി എന്ത് ചെയ്യും, അടച്ചു കളയും. അപ്പം അത് നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക, ആൾക്കാരെ അപ്രോച്ച് ചെയ്യുക. ഐ തിങ്ക് ഇറ്റ്സ് ടൈം റൈറ്റ്. പിന്നെ ഈ വേറെ ചോദ്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്കിത് അവസാനിപ്പിക്കാം. എന്തായാലും നമ്മൾ സെഷന് 1.5 മണിക്കൂർ നീണ്ടു വളരെ ഉപകാരമായി. കുട്ടികളൊക്കെ സംശയങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗത്തുനിന്ന് കൂടുതൽ എന്താണ് ഡിപ്പാർട്ട്മെന്റിന്റെ പ്രോഗ്രാമുകളും മറ്റുമൊക്കെയാണ് ഡിസ്കസ് ചെയ്യേണ്ടത്. അതിന് സഹകരണം പ്രതീക്ഷിക്കുന്നു. നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവിധ ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തു നിന്നുള്ള
നമുക്ക് ചെയ്തിട്ടുണ്ട്. നന്ദിയും അറിയിക്കുന്നു. ഓക്കെ, ശുക്രൻ. അസ്സലാമു അലൈക്കും.